ലോൺ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യാരി വെനേസർ ഫെലോഷിപ്പ് പ്രയർ ഗ്രൂപ്പിന്റെ അകത്ത് ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് നൽകിയ വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേക എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസിയോടുള്ള നന്ദി, ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന സകല അഭിഷിക്തരോടുള്ള നന്ദിയെ ഈ സമയം ഞാൻ അറിയിക്കുന്നു. ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽ ദൈവത്തിന്റെ വലിയ മഹത്വം നമ്മൾ കാണട്ടെ, വലിയ പ്രവൃത്തിയെ കാണട്ടെ, ഒരു വലിയ ഷിഫ്റ്റ് നമ്മുടെ മേൽ വെളിപ്പെടട്ടെ. പ്രത്യേക എത്രയും പേർക്ക് ജോയിൻ ചെയ്യുവാൻ ദൈവം കൃപ നൽകിയല്ലോ. ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് വലിയ ഒരു തിരിവിന്റെ പകലായി മാറട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്പം നിമിഷം പ്രാർത്ഥിക്കാം. അതിനു മുൻപ് തന്നെ എന്നെ കുറിച്ച് ചില വാചകങ്ങൾ ആന്റി പരിചയപ്പെടുത്തിയല്ലോ, അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏവരും പ്രാർത്ഥിക്കുക. ഞങ്ങൾ കുടുംബമായി കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. കർത്താവിന്റെ കൃപയാൽ നല്ലൊരു ചർച്ച ദൈവം നമുക്ക് നൽകി. അതിനകത്ത് വരുന്ന കുറച്ച് വിശ്വാസികളുണ്ട്, അവരൊക്കെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. തുടർന്ന് കർത്താവിന്റെ രാജ്യത്തിൽ റെസ്റ്റ് ഇല്ലാതെ ഓടുവാൻ ആഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങൾ ദൈവം അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പകൽ നമ്മുടെ ലൈഫിന്റെ അകത്ത് ഒരു വലിയ തിരിവ് വെളിപ്പെടും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മുടെ ലൈഫിന്റെ അകത്ത് വലിയ ദൈവപ്രവൃത്തികൾ വെളിപ്പെടും. വ്യക്തിപരമായിട്ടും വചനത്തിൽ കൂടെയും ദൈവം നമ്മളോട് സംസാരിക്കും. ഒരുമിച്ച് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചില മിനിറ്റുകൾ നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പോവാണ്. ഹല്ലേലൂയ. ദൈവം നമ്മളോട് സംസാരിക്കേണ്ടിയ വചനങ്ങൾക്കായി, പ്രൊഫറ്റിക്കൽ വേർഡ്സിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ലേബ്രഹോസിയാന്തന അതുടകരഗജന തിരകലഘടക ലിബ്രാലഹസ്തീന റബോലഹസ്പന ഫർത്തലഹത്തനിയ സകൽക്കരീ ഘടകജം അധികൽ ഘടകരഘാതി കൽബ്രചലായ ഭൂസി വേൽപ്രീചലായ ഭൂഷി ഭരയത്തസ്കേനിയ ലാംബ്രയീ സഹംതം ഫലയാഖനാജഗസ്തം ലേബ്രഹദൂഷികം ധരികൾ കടേജകം ഇപ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നപ്പ. ഈ മീറ്റിംഗിന്റെ അകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നപ്പ. ദൈവ കൃപ വെളിപ്പെടാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ ദിവസങ്ങൾ അവർ എന്തിനു വേണ്ടിയിട്ടാണോ പ്രാർത്ഥിക്കുന്നത്, ഏത് വിഷയങ്ങളുടെ നടുവിലാണോ അവരായിരിക്കുന്നത്, ആ സ്ഥാനത്ത് പരിശുദ്ധയാത്മാവിന്റെ കരം ഇന്ന് പകൽ ചലിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ലോ ബ്രഹോദോനോ റോഷിയാന്തന ലേ ബ്രഹസിയൽക്കന. കർത്താവെ, അവരുടെ വാഗ്ദത്തങ്ങൾ പൂർണ്ണമായി വെളിപ്പെടുന്ന ദിനങ്ങളാക്കി ഈ ദിവസങ്ങളിൽ മാറട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാത്ത അനുഭവങ്ങൾ മാറി കർത്താവിടെ വാഗ്ദത്തങ്ങൾ അവർക്ക് ലഭിക്കട്ടെ. വാഗ്ദത്തങ്ങൾ ലഭിക്കട്ടെ. വാഗ്ദത്തങ്ങൾ ലേബ്ര അധുനികടക ചുടബല ഘടകം അൽബ്രബലഹസ്തി ഭർത്തൽ കരോഷകസ്തി ലേബ്ര ഖലീസകത്തി ലഗ്രൂതിനീല റിബ്ലോറിയ ഷസ ഫൽറ്റേനിയ സാഫി ലാബ്രിയോഷകസ്ത ഫൽത്രി ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകൽ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയാണ് ദൈവം തെരഞ്ഞെടുക്കുന്നത്. യെസ്, ഹല്ലേലൂയ. ലാബ്ര അധുനികടകസി. നിന്റെ പ്രാർത്ഥന ആത്മാവിലേതായി മാറട്ടെ. നിന്റെ പ്രാർത്ഥന ആത്മാവിൽ നിറഞ്ഞുള്ള പ്രാർത്ഥനയിലാകട്ടെ. നിന്റെ പ്രാർത്ഥന ഹോളി സ്പിരിറ്റ് നിറഞ്ഞതാകട്ടെ. അടകബന ഹന്തന റഗൽ ഘടകസിയ. ദൈവ സാന്നിധ്യത്തെ വഹിക്കുന്ന ഒരു ജനറേഷൻ ഇതിന്റെ അകത്തുനിന്ന് എഴുന്നേറ്റ് വരട്ടെ. പൈശാചിക തലത്തെ തകർക്കുന്ന അടകമന അറികൾ ഘടകച്ചസി ദേശശക്തികളെ തകർക്കുന്ന ഒരു കർത്താവെ, ചില ദബോരമാർ ഇതിന്റെ അകത്തുനിന്ന് എഴുന്നേൽക്കട്ടെ. കർത്താവെ, ഇസ്രായേലിൽ ന്യായപാലനം ചെയ്ത കർത്താവെ, ദബോരയെ പോലെ മറ്റൊരു പ്രവാചകി ഇല്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ ഇതിന്റെ അകത്ത് ചില ദബോരമാർ എഴുന്നേൽക്കട്ടെ, ചില അധികാരികൾ എഴുന്നേൽക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ഞങ്ങളുടെ മധ്യത്തിൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തിനായി നന്ദി പറയുകയാണ്. കർത്താവ് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് പകൽ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, ദൈവ സാന്നിധ്യത്തെ വഹിക്കുന്ന ഒരു വലിയ ജനറേഷൻ ഇതിന്റെ അകത്തുനിന്ന് എഴുന്നേൽക്കണം. ആമേൻ. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ദബോരയെ പോലെ ഹല്ലേലൂയ. എന്തിനും ഏതിനും തഞ്ചടത്തോടെ ആത്മാവിൽ നേരിടുന്ന ഒരു ജനറേഷൻ. ദൈവത്തിന്റെ ഇഷ്ടം അതാണ്, ദൈവത്തിന്റെ ആഗ്രഹം അതാണ്. ചില ദബോരമാരെ ദൈവത്തിന് ആവശ്യമുണ്ട്. കരഞ്ഞും വിലപിച്ചും ഇരിക്കുന്ന സീസൺ കഴിഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ ലൈഫിന്റെ അകത്ത് നമ്മൾ കരഞ്ഞും വിലപിച്ചും ഇരിക്കുന്ന സീസൺ കഴിഞ്ഞു. ഈ ദിവസങ്ങളിൽ ദൈവം
നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആമൻ ന്യായപാലനം ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ആമൻ ലീഡ് ചെയ്യാൻ, ഒരു പട്ടണത്തെ ലീഡ് ചെയ്യാൻ, അവിടുത്തെ പൈശാചിക തലങ്ങളെ തകർക്കുവാൻ ചില ദെബോരമാരെ ദൈവത്തിന് ആവശ്യമുണ്ട്. ആമൻ യുദ്ധത്തിലേക്ക് വേണ്ടി ചില ദെബോരമാരെ ആവശ്യമുണ്ട്. പ്രാർത്ഥനയെ കുറിച്ച് ആമൻ ചില വാചകങ്ങൾ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ശുശ്രൂഷയിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമൻ ഈ ദിവസങ്ങൾ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ലൈഫിനെ മാറ്റുന്ന ആമൻ മറ്റൊരു ആയുധമില്ല. ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാണ്. അത് എങ്ങനെ പ്രാർത്ഥിക്കണം? തിമോത്തിയോസിന്റെ ലേഖനത്തിന്റെ അകത്ത് 1 തിമോത്തിയോസ് 2-ാം അധ്യായം 1 മുതലുള്ള വാക്യത്തിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. 4 തരം പ്രാർത്ഥനയെ കുറിച്ച് അവിടെ പറയുന്നു. 1 ആമൻ നിവേദന പ്രാർത്ഥന, 2 പക്ഷവാത പ്രാർത്ഥന, 3 സ്തോത്ര പ്രാർത്ഥന, പിന്നെ ആമൻ ഹല്ലേലൂയ അപ്പോസ്തലൻ ഒരു പ്രാർത്ഥന എന്ന് പറയുന്ന ആമൻ ഒരു കണ്ടന്റ് മാത്രം, ഒരു സെപ്പറേറ്റ് ആയി തന്നെ ആമൻ പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അതിനർത്ഥം ഈ 3 പ്രാർത്ഥനകളും നമ്മുടെ ലൈഫിനകത്തുണ്ട്. പക്ഷെ അത് ആമൻ പ്രാർത്ഥനയല്ല, അത് പ്രാർത്ഥനയുടെ ബ്രാഞ്ചാണ്. യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് ആമൻ ദൈവത്തോടുള്ള സംസാരം, ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ദൈവവുമായിട്ടുള്ള ഇന്റിമസി, ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിയൻ. ഇതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ആമേൻ. പ്രാർത്ഥന എന്ന് പറയുന്നത് 24 hours ആമേൻ ഹല്ലേലൂയ നമ്മുടെ നാവിന്റെ അകത്ത് വെളിപ്പെടുന്ന വാചകങ്ങളാണ്, അല്ലെങ്കിൽ ദൈവത്തോട് സംസാരിക്കുന്ന വാചകങ്ങളാണ്. അതൊരു നിവേദന പ്രാർത്ഥനയിൽ ഒതുങ്ങുന്നതല്ല, ഒരു പക്ഷവാത പ്രാർത്ഥനയിൽ ഒതുങ്ങുന്നതല്ല, ഒരു സ്തോത്ര പ്രാർത്ഥന ഒതുങ്ങുന്നതല്ല. എന്താ പ്രാർത്ഥന എന്ന് പറയുന്നത്? 24 മണിക്കൂറും ആമേൻ. ബൈബിളിലെ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നത് നിങ്ങൾ ഏത് സമയത്തും പ്രാർത്ഥിക്കണം, ഏത് നേരത്തും നിങ്ങൾ പ്രാർത്ഥിക്കണം. ഏത് നേരത്തും ഏത് സമയത്തും പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് ആത്മാവിലുള്ള പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് വലിയ ടീച്ചിങ് തന്നെയുണ്ട്. എന്നാൽ എന്റെ മെസ്സേജ് അതല്ലാത്തത് കൊണ്ട് ആമേൻ ഹല്ലേലൂയ ചില വാചകങ്ങൾ പ്രാർത്ഥനയെ കുറിച്ച് പറയാൻ എന്റെ അകത്ത് ആത്മാവ് പ്രേരിപ്പിക്കുന്നത് കൊണ്ടാണ് അല്പമായി ചില വാചകങ്ങൾ പ്രാർത്ഥനയെ കുറിച്ച് ഞാൻ മെൻഷൻ ചെയ്യുന്നത്. ആമേൻ. പ്രാർത്ഥന എന്ന് പറയുന്നത് ആത്മാവിലുള്ള പ്രാർത്ഥനയാണ്. എന്താണ് നിവേദന പ്രാർത്ഥന? എന്റെ ആവശ്യങ്ങളെ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ചോദിക്കുന്നതാണ് നിവേദന പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് സാധാരണ എല്ലാ വിശ്വാസികളും ചെയ്യുന്നുണ്ട്. നിവേദന പ്രാർത്ഥന വേണ്ടെന്ന് പറഞ്ഞാൽ ചില വിശ്വാസികൾ ഉരുണ്ടു വീഴും. അയ്യോ അങ്ങനെ പറയരുത് എന്ന്. കാരണം 100-ൽ 90% വിശ്വാസികളും അവരുടെ ആവശ്യങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ കൊടുക്കുന്നവരാണ്. 2-ാമത്തെ പ്രാർത്ഥന പക്ഷവാത പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന് വേണ്ടിയിട്ടോ, ഇന്റർസെഷൻ പ്രയർ എന്ന് പറയും. ഒരു രാജ്യത്തിന് വേണ്ടിയിട്ടോ, ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടോ, ഒരു ദേശത്തിന് വേണ്ടിയിട്ടോ ഹല്ലേലൂയ ഞാൻ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിനെയാണ് പക്ഷവാത പ്രാർത്ഥന എന്ന് പറയുന്നത്. അതും സഭയായിട്ടും വ്യക്തികളായിട്ടും പ്രാർത്ഥനാ ഗ്രൂപ്പുകളായിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്, അത് നടക്കുന്നുണ്ട്. അടുത്ത പ്രാർത്ഥന എന്ന് പറയുന്നത് സ്തോത്ര പ്രാർത്ഥനയാണ്. സ്തോത്ര പ്രാർത്ഥന എന്ന് പറയുന്നത് ചെയ്യാനിരിക്കുന്ന നന്മയും ചെയ്ത നന്മയൊക്കെ ഓർത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ സ്തോത്രം അർപ്പിക്കുന്നതാണ് സ്തോത്ര പ്രാർത്ഥന എന്ന് പറയുന്നത്. അതും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്? 1 കൊരിന്ത്യർ 14:14 പറയുന്നു, നീ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എങ്കിൽ നിന്റെ ആത്മാവ് മനുഷ്യരോടല്ല, നിങ്ങൾ ദൈവത്തോടത്രേ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. ഈ 3 പ്രാർത്ഥനകളിലും, ഈ 3 പ്രാർത്ഥനകൾക്കകത്തും നമുക്ക് നമ്മുടേതായിട്ടുള്ള വാചകങ്ങളുണ്ട്, നമ്മുടെ ബുദ്ധിക്കകത്ത് നിറഞ്ഞ വിഷയങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ വെച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ ആത്മാവിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് അത് ഒരു മനുഷ്യനോ ഒരു പിശാചോ തിരിച്ചറിയുന്നില്ല. യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയെ ക്രിസ്തു തികഞ്ഞവനാക്കുന്നത് ആത്മാവിലുള്ള പ്രാർത്ഥനയാണ്. എന്താ ആത്മാവിലുള്ള പ്രാർത്ഥനയുടെ പ്രത്യേകത? എന്താണ് ആത്മാവ്? ദൈവം ആത്മാവായതുകൊണ്ട് എന്റെ ആത്മാവിനെ ഹല്ലേലൂയ അവൻ സൃഷ്ടിച്ചിരിക്കുന്നത് അവന്റെ ആത്മാവിനാലായതുകൊണ്ട് ആത്മാവിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ടങ്സ് ആണ്. ടങ്സിലുള്ള പ്രാർത്ഥനയാണ് ആത്മാവിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇനി ഈ 3 പ്രാർത്ഥനകളും നമുക്ക് ആത്മാവിലും പ്രാർത്ഥിക്കാം, ബുദ്ധിയിലും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ വിഷയങ്ങൾ പ്രാർത്ഥിക്കേണ്ടെന്നല്ല, നമ്മുടെ വിഷയങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മൾ ഒരു രാജ്യത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കേണ്ടെന്നല്ല, ഇടിവിൽ നിൽക്കണം. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ സ്തോത്ര പ്രാർത്ഥന ചെയ്യേണ്ടെന്നാണോ, സ്തോത്ര പ്രാർത്ഥന ചെയ്യണം. പക്ഷേ ഈ 3 പ്രാർത്ഥനകൾക്കും ഞാൻ എത്ര മണിക്കൂറാണോ ചെലവഴിക്കുന്നത് അതിന്റെ ഡബിൾ ചെലവഴിക്കണം ആത്മാവിലുള്ള പ്രാർത്ഥനയ്ക്കകത്ത്. ആമേൻ. ആത്മാവിനകത്തുള്ള പ്രാർത്ഥനയ്ക്കകത്താണ് ദൂതന്മാർ തമ്മിലുള്ള എൻകൗണ്ടേഴ്സ്, പിതാവും ഞാനും തമ്മിലുള്ള ഇന്റിമസി വർദ്ധിക്കുന്നത്. ഹല്ലേലൂയ. സ്വർഗീയ ദർശനങ്ങൾ തുറക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ജീവൻ ഇരിക്കുമ്പോൾ തന്നെ ആത്മാവിൽ നമ്മൾ എടുക്കപ്പെടുന്നതെല്ലാം ഈ ആത്മാവിലുള്ള പ്രാർത്ഥനയ്ക്കകത്താണ്. ഇന്ന് പകൽ ഞാൻ പറയാം, ഇങ്ങനെ ആത്മാവിലുള്ള പ്രാർത്ഥനയിൽ വെളിപ്പെടുന്ന, അല്ലെങ്കിൽ അതിനെ റെവലേഷൻ ആക്കുന്ന ഒരു ജനറേഷനെയാണ് ഇന്ന് പകൽ ഇതിന്റെ അകത്ത് നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. എത്ര പേർ എന്റെ കൂടെയുണ്ട്? ഹല്ലേലൂയ.
ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു റെവലേഷൻ നിന്റെ അകത്ത് വന്നാൽ, ആമൻ, യേശു കർത്താവ് പറയുന്നു, ആമൻ, നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ഈ 3 പ്രാർത്ഥനകളും ഒരുപക്ഷെ നമ്മൾ മടുക്കാം, അല്ലെ? നമ്മൾ നിവേദന പ്രാർത്ഥനയായിരുന്നാലും, പക്ഷപാത പ്രാർത്ഥനയായിരുന്നാലും, സ്തോത്ര പ്രാർത്ഥനയായിരുന്നാലും, ഈ 3 നമ്മുടെ ലൈഫിന്റെ അകത്ത് സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ മടുക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അന്യഭാഷയിലുള്ള പ്രാർത്ഥന, നമ്മൾ ബൈക്കിലിരുന്നാലും പ്രാർത്ഥിക്കാം, നമ്മൾ ജോലി ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കാം, നമ്മൾ വാഷ് ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കാം, ആമേൻ, നമ്മളൊരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കാം. അതിനർത്ഥം 24 hours, ഏത് സമയത്തും ഏത് നേരത്തും പ്രാർത്ഥിക്കാൻ കഴിയുന്ന പ്രാർത്ഥന, പോരാടി പ്രാർത്ഥിക്കാൻ കഴിയുന്ന പ്രാർത്ഥന ടങ്സ് പ്രയർ ആണ്. ആമേൻ. നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് അത് കുറയ്ക്കരുത്. നിങ്ങൾ ടങ്സ് പ്രയർ എത്ര മണിക്കൂർ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ അനുസരിച്ച് നിങ്ങളുടെ മനുഷ്യന്റെ ഗ്രോത്ത് വർദ്ധിക്കും. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽ ഇതിന്റെ അകത്ത് ഈ വചനത്തെ അല്ലെങ്കിൽ ഈ റെവലേഷനെ ഏറ്റെടുക്കുന്ന എത്ര പേരുണ്ട്? അന്യഭാഷയിലുള്ള പ്രാർത്ഥനയ്ക്കകത്ത് നിന്റെ ലൈഫിനെ തിരിക്കാൻ കഴിയും. അന്യഭാഷയിലുള്ള പ്രാർത്ഥനയ്ക്ക് നിന്റെ വിഷയങ്ങളെ തിരിക്കാൻ കഴിയും. ഹല്ലേലൂയ. നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി മണിക്കൂറുകൾ നമ്മുടെ ബുദ്ധിക്കകത്ത്, ഇപ്പോൾ നമ്മളൊരു പീറ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വിഷയം നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആ പീറ്റർ എന്ന് പറയുന്ന വ്യക്തിയുടെ വിഷയം എന്റെ ബുദ്ധിക്കകത്തുണ്ട്, അദ്ദേഹത്തിന് ഇന്ന കുഴപ്പമാണ്, ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പക്ഷെ പീറ്റർ എന്ന് പറയുന്ന വിഷയത്തെ നമ്മൾ ആത്മമണ്ഡലത്തിൽ നമ്മൾ കൊടുക്കുമ്പോൾ, പീറ്റർ എന്ന് പറയുന്ന ആ വ്യക്തിയെക്കുറിച്ച് എനിക്കും മറ്റുള്ളവർക്കും അറിയാത്ത കാര്യങ്ങൾ ആത്മാവ് കൈമാറ്റം ചെയ്യും. അങ്ങനെയാണെങ്കിൽ വേഗത്തിൽ നമ്മുടെ ലൈഫിന്റെ അകത്ത് വേഗത്തിൽ വിഷയങ്ങൾക്കകത്ത് മറുപടിയെ തരുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് ടങ്സ് പ്രയർ. ഹല്ലേലൂയ. ഓ റബ ശംധന റഗൽ ഘടകസിയ. നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ടൈം പോകുന്നത് നിങ്ങൾ അറിയത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ദിവസങ്ങൾ പോകുന്നത് അറിയത്തില്ല. മണിക്കൂറുകൾ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ഇതൊരു അഭിഷേകമാണ്. അനോയിന്റിങ് ഓഫ് പ്രയർ എന്ന് പറയും. പ്രാർത്ഥനയുടെ അഭിഷേകം ഒരു വ്യക്തിയുടെ മേൽ വന്നു കഴിഞ്ഞാൽ, അവൻ മണിക്കൂറുകൾ നോക്കത്തില്ല, സമയം നോക്കത്തില്ല, ദിവസം നോക്കത്തില്ല. ഏത് ടൈമിലും അവർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. ഓ ഹല്ലേലൂയ. ഉടകമന ഹന്തന റഗൽ ഘടകച്ചസിയ. ഇന്ന് പകൽ ഞാൻ പറയാം, ഇതിന്റെ അകത്ത് പ്രാർത്ഥിക്കുന്ന ചില പോരാളികളെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അടുത്തൊരു ദൂതൂടെ ഞാൻ പറയാം. പ്രാർത്ഥനയിൽ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാത്ത വ്യക്തികളും ഇതിന്റെ അകത്തുണ്ട്. ഇന്ന് പകൽ 2 കൂട്ടരോടും ആത്മാവ് പറയുന്നു, നിന്റെ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിന്റെ സീസണായി. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഏതെങ്കിൽ കാത്തിരിക്കുന്നോ, ഏതെങ്കിൽ പ്രാർത്ഥനയോടായിരിക്കുന്നുവോ, ആ പ്രാർത്ഥനയുടെ മറുപടികൾ ഈ ദിവസങ്ങളിൽ ദൈവം വെളിപ്പെടും. ഹല്ലേലൂയ. ഇന്നലെ ഞാനും അഞ്ചിയുമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കുന്ന ടൈമില് വീണ്ടും സ്വപ്നത്തിൽ എന്നെ വീണ്ടും ആ പേര് കാണിക്കാനിടയായി. ജെയിംസ് എന്ന് പറയുന്ന ഒരു പേര് പരിശുദ്ധാത്മാവ് കാണിക്കാനിടയായി. നിങ്ങളിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഡിവൈസുമായി ബന്ധപ്പെട്ട് ജെയിംസ് എന്ന പേരുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ആ പേരുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ഡെലിവറൻസ് കർത്താവിന്റെ ആത്മാവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെസ്റ്റ് പെയിനുമായി ബന്ധപ്പെട്ട് ഒരു ഡെലിവറൻസിന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഇന്നലെയും ആ പേര് വെളിപ്പെട്ട്, ഇന്നലെ രാത്രി ഞാൻ കിടക്കുമ്പോഴും ഈ പേര് തന്നെ എന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇതിനകത്തിരിക്കുന്ന ഡിവൈസുമായി ആരെങ്കിലും ഈ പേരുമായി നിങ്ങളുടെ സഹപാഠികളാകാം, നിങ്ങളുടെ ബന്ധുക്കളാകാം, നിങ്ങളുടെ ചർച്ചക്കാരാകാം, നിങ്ങളുടെ പരിചയക്കാരാകാം, ആരുമാകട്ടെ, പക്ഷെ ആ പേരുമായി ബന്ധപ്പെട്ട് ദൈവം ഒരു റാംധുനി ഘടകസി ഒരു ദൈവ പ്രവർത്തി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആരെങ്കിലും ഈ പേരുമായി, ജെയിംസ് എന്ന പേരുമായി ആരെങ്കിലും നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി നിങ്ങൾ കമന്റ് ചെയ്യുക. ദൈവം എന്തുവാ ചെയ്യുന്നത് മാത്രമേ പറയത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് എന്തെങ്കിലും കാരണമില്ലാതെ ഒരു വ്യക്തിയുടെ പേര് വെളിപ്പെടുത്തത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ. ഇന്ന് പകൽ ഞാൻ പറയാം, നിങ്ങളുടെ വിഷയത്തിന്റെ, നിങ്ങൾ കാത്തിരുന്ന വിഷയങ്ങളുടെ ചില ദൈവ പ്രവർത്തികൾ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒപ്പം ചില പ്രാർത്ഥന എന്റെ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് ആണ് ജെയിംസ് എന്ന പേര്. ഇതാരാ പറയുന്ന പേര് പറയാവോ? എന്റെ പേര് സിസ്റ്റർ മിനിയാണ്. പറഞ്ഞോളൂ. എന്റെ സിസ്റ്ററിന്റെ ഹസ്ബൻഡിനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അസിഡിറ്റിക്ക് പ്രോബ്ലം ആയിട്ട് ഇങ്ങനെ ചെസ്റ്റ് പെയിൻ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. അപ്പൊ ആ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ. ഞാന് കാര്യം, കർത്താവ് ഒരു സംഭവം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല്, ആ വിഷയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്.
ആമേൻ. ആ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു വഴിത്തിരിവ് ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇന്നലെ രാത്രി കിടക്കുമ്പോഴും ഈ പേര് തന്നെ എൻ്റെ അടുത്ത് അങ്ങനെ ഹൈലൈറ്റ് ആയി വന്നു. ഞാൻ പറയുന്ന സിസ്റ്റർ മീന സിസ്റ്റർ വളരെ ശ്രദ്ധിച്ചേക്കുക. ഈ അസിഡിറ്റിയുടെ സംഭവം വരുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഫിയർ വരാറുണ്ടോ? ഫിയർ, പേടി. എപ്പോഴും പേടിയാണ്, എപ്പോഴും പേടിയാണ്. ദൈവാത്മാവ് അതെന്നെ കാണിക്കുന്നുണ്ട്. ഫിയർ ആയി മൊത്തം വിയർത്ത് ചെസ്റ്റ് പെയിനും ഇങ്ങനെ ഒരു വല്ലാത്തൊരു അനുഭവത്തിൽ കൂടെ പുള്ളിയുടെ അനുഭവം പുള്ളിക്ക് ആരോടും പറഞ്ഞാൽ അവർ ഈ വിശ്വാസ മാർഗത്തിലാണോ? യെസ് യെസ്, അതെ, വിശ്വാസമാർഗത്തിലാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ആത്മാവ് പറയുന്ന ഒരു കാര്യം, ആ കുടുംബത്തിന്റെ അകത്തൊരു സ്വസ്ഥതയും സമാധാനത്തെയും കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഞാൻ കർത്താവിന്റെ ആത്മാവിനെ കാണിക്കുന്നത് പലവട്ടമായിട്ട് മരണത്തെ മുഖാമുഖം കണ്ട വ്യക്തിയായി ജെയിംസ് എന്ന് പറയുന്ന ആള്. പക്ഷേ അദ്ദേഹത്തിന്റെ മേലെ ഒരു വലിയ ശുശ്രൂഷയുടെ പുതപ്പ് കിടപ്പുണ്ട്. ഇതുവരെയും അതിലോട്ടൊന്നും കയറാൻ പറ്റിയിട്ടില്ല, പല ജീവിത സാഹചര്യങ്ങളെ കയറാൻ പറ്റിയിട്ടില്ല. പക്ഷെ ആ കുടുംബം ദൈവം പറയുന്ന ഒരു മിഷണറി കുടുംബം എന്ന് ദൈവാത്മാവ് സംസാരിക്കും. ഒരു മിഷണറി കുടുംബം. അവരോട് വിളിച്ചു പറയുക, ഡിസംബർ 2026 ഡിസംബർ തീരുന്നതിന് മുൻപേ ചില ദൈവ പ്രവർത്തികൾ അവരിൽ കൂടെ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പറയുക. ഇന്നലെ രാത്രി എനിക്ക് വെളിപ്പെട്ട പേരാണ് ഇത്. ചെസ്റ്റ് പെയിനുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ഡെലിവറൻസ് ഈ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. ഞാൻ പറഞ്ഞല്ലോ, ദൈവം ഒരിക്കലും ഇല്ലാത്തത് പറയത്തില്ല, ദൈവം ഉള്ളതേ പറയത്തുള്ളൂ. ഇന്ന് പകൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവെ ഞങ്ങളുടെ വിഷയത്തിന്റെ അകത്ത് ഒരു വിടുതൽ വെളിപ്പെടണം. ഞാൻ പറയട്ടെ, ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു ജനറേഷൻ ഇന്ന് പകൽ ഇതിന്റെ അകത്ത് എഴുന്നേറ്റ് വരണം. ആമേൻ, ഹല്ലേലൂയ. പുരുഷത്വം, തികഞ്ഞ പുരുഷത്വം നിറഞ്ഞ ചില സഹോദരിമാർ ഇതിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരണം. നമ്മുടെ വിഷയങ്ങളെ ഓർത്ത് കരഞ്ഞു വിലപിക്കാനല്ല, നമ്മുടെ വിഷയത്തെ ഓർത്ത് കരയാനല്ല ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്. ആ വിഷയത്തിന്റെ പുറകിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികൾ എന്താണോ അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന, അതിനെതിരെ സംസാരിക്കുന്ന, അതിനെതിരെ ഹല്ലേലൂയ റോബോ ശാന്തല റമഹദുനി ഘടകലഭാഷകദനിയ അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ചില ഹല്ലേലൂയ പൈശാചിക ശക്തികളെ പിടിച്ചടക്കുന്ന ചില ദബോരമാർ ഇതിന്റെ അകത്തുനിന്ന് എഴുന്നേറ്റ് വരട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ ചില മിനിറ്റുകൾ കൂടെ ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിനെ തൊടാൻ ഒരു പിശാചിനും കഴിയത്തില്ല, ഒരു പിശാചിനും കഴിയത്തില്ല. റാഖുസഥാനിയ ലിബ്രഹദൂനിയൽക അസ്തിറഹതൂനിയതേനി ദുരിഘടകലബാനിയ ലിബ്രഹോസികൽക ദുരിഖലിഖരാദിഘടകം ഷൈഡവാദിഘടകം ലബ്രാഹദീനസിയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ കുടുംബങ്ങളെ പിടിച്ചു വയ്ക്കുന്ന, സ്വസ്ഥതകളെ നഷ്ടപ്പെടുത്തുന്ന ഡെന്നിസ് ആന്റി പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത് ചില സെലിബ്രേഷനുകൾ വെളിപ്പെടാൻ പോവുക. നിങ്ങൾ ചില സെലിബ്രേഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. തലമുറകളുമായി ബന്ധപ്പെട്ട് ചില മൂവിങ്ങുകൾ ദൈവാത്മാവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ചില യാത്രയുടെ വഴികളെ ദൈവാത്മാവ് തുറക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തതാണ്. ദൈവാത്മാവിനോട് പറയുന്നു, നിങ്ങൾ ദൈവത്തെ തേടി പോയതല്ല, നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തതാണ്. കർത്താവിനോട് പറയുന്നു, ചില വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് ദൈവം ഈ ദിവസങ്ങളിൽ നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. അത് മാത്രമല്ല, ദൈവവുമായിട്ടുള്ള ചില എൻകൗണ്ടറുകൾക്ക് റെഡിയാകുവാൻ ദൈവാത്മാവിനോട് പറയുന്നു. ചില എൻകൗണ്ടറുകൾക്ക് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, ഭൗതികത്തിലുപരി നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ദാഹിക്കുന്നത് സ്പിരിച്വലി ആയിട്ടുള്ള കാര്യമാണ്. സ്പിരിച്വലി ദൈവാത്മാവനെ അങ്ങനെ കാണിക്കുന്നു. കർത്താവ്, നീ ഭൗതിക തന്നില്ലെങ്കിലും എനിക്ക് നിന്നിൽ വളരണം എന്നുള്ള ഒരു ശബ്ദം അല്ലെങ്കിൽ ആ പ്രാർത്ഥന വാചകം ദൈവാത്മാവിനെ കാണിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്നത്, കർത്താവിനോട് പറയുന്നു, പല മരണത്തിന്റെ അവസ്ഥയിൽ നിന്നും ദൈവം നിങ്ങളെ വീണ്ടെടുത്തു. ആന്റിയുടെ പേരല്ലാതെ യെസ്സിൽ തുടങ്ങുന്ന ഏതെങ്കിലും പേര്, ആന്റിയുടെ പേരല്ലാതെ യെസ് എന്ന് പറഞ്ഞൊരു ലെറ്റർ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത് യെസ്സിൽ തുടങ്ങുന്ന പേരുമായി ബന്ധപ്പെട്ട ആരാ? എന്റെ അനീതി ശുഭ. ആ പേരുമായി ബന്ധപ്പെട്ട് ഹല്ലേലൂയ ഒരു ഡെലിവറൻസിനെ കർത്താവിന്റെ ആത്മാവ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ സമയം നിങ്ങളുടെ കുടുംബമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ അകത്തുള്ള ചില വിഷയങ്ങളുടെ ഫിനാൻഷ്യലി ഉള്ള ചില ലോക്കുകളെ ദൈവാത്മാവ് ഇന്ന് പകൽ പൊളിക്കാൻ ആഗ്രഹിക്കുന്നു. പല സമയങ്ങളിലും കൈകളിൽ വരുന്നുണ്ടെങ്കിൽ
ഉണ്ടെങ്കിലും കൈകളിൽ നിൽക്കാതെ വണ്ണം അതിനെ ചോർത്തിക്കളയുന്ന ഒരു സ്പിരിറ്റിനെ ദൈവാത്മാവ് ഇന്ന് രാത്രി, ഇന്ന് പകൽ അതിനെ അവൻ ബ്രേക്ക് ചെയ്യുകയാണ്. 2022 നിങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു നന്മയുമായി ബന്ധപ്പെട്ട് ദൈവാത്മാവിനെ കാണിക്കുന്നു. എന്നാൽ 2022 മുടങ്ങിപ്പോയത് 2026 ദൈവം നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കുടുംബമായി ശക്തമായി പ്രാർത്ഥിക്കുക. അഞ്ചുമായി ബന്ധപ്പെട്ട ഒരു വലിയ എൻകൗണ്ടർ. നിങ്ങൾ ദൈവത്തെ കണ്ടിറങ്ങിയ ഒരു വ്യക്തിയാണ്. അവന് പല മരണത്തിന്റെ കിടക്കുകളിൽ നിന്നും അവൻ തീർന്നു എന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തെ കണ്ട് ഇറങ്ങി തിരിച്ച ഒരു ലൈഫ് നിങ്ങൾക്കുണ്ട്. ഈ ദിവസങ്ങളിൽ ദൈവാത്മാവോട് പറയുന്നു, ആന്റി, അവൻ 24 മണിക്കൂറും ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷേകത്തെ ഇന്ന് പകൽ നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് കൈമാറ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരു വലിയൊരു ഗ്രൂപ്പ്, വലിയൊരു ക്രൗഡ്, സ്ത്രീകളുടെ ഒരു വലിയൊരു ക്രൗഡ്, അത് റിവൈവലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്തോ ഒരു സംഭവത്തെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഒരു കൂട്ടം ലേഡീസിനെ റിവൈവലിലേക്ക് നടത്തുവാൻ നിങ്ങളുടെ പ്രാർത്ഥനാ വാചകങ്ങൾ ശക്തമായി വരും. നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോൺ കോളുകളിൽ ആത്മാവിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പെൺകുട്ടികളെ ദൈവാത്മാവിനെ കാണിക്കുന്നു. ഒത്തിരി ആൾക്കാർ നിങ്ങളെ വിളിക്കുന്നുണ്ട്, പ്രാർത്ഥനയ്ക്കായി മറ്റും വിളിക്കുന്നുണ്ട്. പക്ഷെ ആ മേഖലയ്ക്കകത്ത് ദൈവം അവന് വഴിത്തിരിവ് തരാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥിക്കുക. ശക്തമായ ചില ദൈവപ്രവൃത്തികൾ നിങ്ങളെ കുടുംബത്തിന്റെ അകത്തുണ്ട്. ശുഭ എന്ന പേരുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഡെലിവറൻസിനെ ദൈവാത്മ ചെയ്യുന്നു. കഠിനമായിട്ടുള്ള, അതായത് 3/4 ചില വിഷയങ്ങളുടെ മധ്യത്തിൽ ഡിപ്രഷനുമായി ബന്ധപ്പെട്ട് ആ മകളായിരിക്കുമ്പോൾ ചില വിഷയങ്ങൾക്കകത്ത് ദൈവം ഇറങ്ങാൻ പോവാ കേട്ടോ. ദൈവം ഇറങ്ങാൻ പോവാ. നമ്മളാ കഴിയുന്നതെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു, മനുഷ്യനെ കഴിയുന്നതെല്ലാം ചെയ്ത് തളർന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ ശുഭ എന്ന് പറയുന്ന വ്യക്തിയോട് ദൈവം സംസാരിക്കുന്നു. ദൈവം ഇനി ഇറങ്ങാൻ പോവാ. ദൈവം ഇനി ഇറങ്ങും. ചില വിഷയങ്ങൾക്കകത്ത് ദൈവം ഇറങ്ങി ചിലത് തിരിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥനയോട് ആയിരിക്കാം നമുക്ക്. നമ്മളോടും ദൈവാത്മാവ് സംസാരിക്കും. ഇന്ന് പകൽ ഞാൻ പറയുന്ന ഒരു കാര്യം, പ്രാർത്ഥന പോരാളികൾ ഇതിനകത്തുണ്ടോ? ആ പ്രാർത്ഥന പോരാളികളായി ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളെ തൊടാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. നിങ്ങളെ തൊടാൻ ഒരു പിശാചിനും കഴിയത്തില്ല. പോരാട്ടം പറഞ്ഞിരിക്കുന്നവരോട് എനിക്ക് പറയേണ്ട കാര്യം, നീ പ്രാർത്ഥിക്കുന്നവളാണെങ്കിൽ, നീ ആത്മാവിൽ ജാഗരിക്കുന്നവളാണെങ്കിൽ നിന്നെ തൊടാൻ, നിന്നെ കുടുംബത്തെ തൊടാൻ, നിന്നെ തകർക്കാൻ ഒരു ദേശശക്തികൾക്കും ഒരു പൈശാചിക ശക്തികൾക്കും കഴിയത്തില്ല. കാരണം വചനം പറയുന്നു, പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഇന്ന് പകൽ ഞാൻ പറയാം, പേടിയില്ലാത്തവരെല്ലാം ദൈവത്തെ സ്തുതിച്ചാട്ടെ. പിശാചിനെ പേടിയില്ലാത്തവരെല്ലാം. ഹല്ലേലൂയ. മിക്ക വിശ്വാസികൾക്കും പിശാചിനെ പേടിയാ. കാരണം അയ്യോ, ഒരിടത്തുനിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ പിശാചി അങ്ങടിക്കും അപ്പുറത്തടിക്കും. അതിനർത്ഥം നിനക്ക് പ്രാർത്ഥനയില്ലെന്നാ. നിനക്ക് പ്രാർത്ഥനയില്ല. പ്രാർത്ഥിക്കുന്ന നിന്റെ രോമത്തിൽ തൊടാൻ പിശാചിന് പറ്റത്തില്ല. ഞാൻ ചലഞ്ചാണ്. എന്റെ അനുഭവം ഞാൻ പറയുന്നത്. ഞങ്ങളിപ്പോ വർക്ക് ചെയ്യുന്ന പ്ലേസ് എന്ന് പറയുന്നത് പിശാചിന്റെ കൂടാ. പൈശാചിക മേഖലയുടെ കൂടിന്റെ അകത്തുനിന്നാണ് നമ്മൾ കർത്താവിന്റെ വേല ചെയ്യുന്നത്. പക്ഷെ അവിടെ പ്രാർത്ഥനയില്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. അടിക്കും പിടിക്കുമല്ല, ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ പിശാചി നിന്നെ ഞോണ്ടുന്നുണ്ടെങ്കിൽ, പിശാചി നിന്നെ തൊടുന്നുണ്ടെങ്കിൽ അർത്ഥം നിനക്ക് പ്രാർത്ഥനയില്ല. നിനക്ക് ആത്മാവിലുള്ള പ്രാർത്ഥന. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിന് തൊടാൻ പറ്റും, പിശാചിന് തൊടാൻ പറ്റത്തില്ല. യേശു സദാസമയം പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. യേശു സദാസമയം ആത്മാവ് ജാഗരിക്കുന്ന വ്യക്തിയായിരുന്നു. പിശാചി വന്ന് പല കളികളും കളിച്ചു അല്ലെ. 40 ദിവസം ഉപവസിക്കുന്ന സമയത്ത് പിശാചി വന്ന് പല കളികളും കളിച്ചു. പക്ഷെ ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ മേൽ, യേശു കർത്താവിന്റെ ജ്ഞാനത്തിന്റെ അകത്ത് അവൻ തോറ്റ് പിന്മാറിയതല്ലാതെ യേശുവിന്റെ രോമത്തിൽ തൊടാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ അതേ അപ്പന്റെ മക്കളാണ് നമ്മള്. അങ്ങനെ ഒരു പ്രാർത്ഥന ലൈഫ് എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ, ദെബോരമാരെ നിങ്ങളെ തൊടാൻ കഴിയത്തില്ല. നിങ്ങൾ ആരെങ്കിലും ദൂത് പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ പറയണം, എന്റെ മേലെ അധികാരം. നിങ്ങളുടെ വീട്ടിനകത്ത് ഇങ്ങനെ ഒരു പോര് കാണുന്നു, പോരാട്ടം കാണുന്നു, അങ്ങനെ പറയുന്നവരോട് പറയണം, എന്റെ വീട്ടിലെ പോരിനെയും പോരാട്ടത്തെ അഴിച്ചിട്ട് പോയാൽ മതി പാസ്റ്റർ. ലൂയ. എന്നും പോരും കേട്ട് പോരാട്ടവും കേട്ട് ജീവിതം കളയാതെ ആത്മാവിൽ കയറി അതിനെ വെട്ട്. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുക. എന്റെ കീഴിലുള്ള ഒത്തിരി സഹോദരിമാരുണ്ട്. ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ആത്മാവിൽ കയറി അതിനെ വെട്ട്, കഴുത്ത് നോക്കി വെട്ട്. ഹല്ലേലൂയ. എങ്ങനെ വെട്ടാൻ പറ്റുക? ആത്മാവിലുള്ള പ്രാർത്ഥനയ്ക്കകത്ത് മാത്രമേ നിങ്ങൾക്ക് അതിനെ വെട്ടി ജയിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. സ്പിരിറ്റ് റലത്തിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രം. ഇന്ന് രാത്രി ഞാൻ പറയാം, ഇന്ന് പകൽ ഞാൻ പറയാം, എല്ലാ വ്യക്തികളും 100-ൽ 50%, 60% ആൾക്കാരും പ്രവാചകന്മാരെ ആശ്രയിക്കുന്നവരാ.
ഐ ആം എ പ്രോഫറ്റ്. ഞാൻ പ്രോഫസി പറയും. ഞാൻ പ്രോഫറ്റ് ആയിരിക്കെ തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, പ്രോഫറ്റുമാരെ ആശ്രയിക്കുന്നതിനുപരി നിങ്ങൾക്ക് ദൈവത്തിൽ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വേണം. അതാ പ്രയർ. അല്ലെങ്കിൽ എല്ലാം നിങ്ങൾ ദൈവത്തെ ആശ്രയിക്കുന്നതും കൂടെ നിങ്ങൾ പ്രോഫറ്റുമാരെ ആശ്രയിക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, നിങ്ങൾക്ക് ദൈവവുമായിട്ടൊരു ബന്ധം വേണം. നിങ്ങൾക്ക് ദൈവത്തിനോട് ഒരു ഇൻറ്റിമസി വേണം. പ്രവാചകന്മാരെ രണ്ടാമത് വരത്തുള്ളൂ. നിങ്ങളോട് ദൈവം പറഞ്ഞിട്ടേ പ്രവാചകന്മാരോട് അരുളി ചെയ്യത്തുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി പകൽ ഞാൻ പറയാം, വ്യക്തിപരമായി നിങ്ങൾക്ക് ദൈവത്തോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. വ്യക്തിപരമായി നിങ്ങൾക്ക് ദൈവത്തോട് ഒരു ബന്ധം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. വ്യക്തിപരമായി ബന്ധമില്ലാതെ നിങ്ങൾ ഒത്തിരി ദൂതുകൾ, അയ്യോ ദൂത് സംഭവിക്കുന്നില്ലല്ലോ, പ്രവചനം സംഭവിക്കുന്നില്ലല്ലോ, ഇത്ര കാലമായിട്ട് ഇങ്ങനെ പറയുന്നു, ഏതൊരു പ്രവാചകം വന്നാലും എന്റെ തലയെ തൊട്ട് ദൂത് പറയും, ഏതൊരു പ്രവാചകം വന്നാലും നിന്നെ കാനഡയിലയക്കും, നിന്നെ അമേരിക്കയിലയക്കും. ഒന്നും കാനഡയും വരുന്നില്ല, അമേരിക്കയും വരുന്നില്ല. കാര്യം ഒന്ന്, നീ ആത്മാവ് പ്രാർത്ഥിക്കത്തുണ്ടാ. നീ എന്നും പ്രവാചകന്മാരെ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ടാണ് നിന്റെ വാഗ്ദത്തങ്ങൾ നിറവേറാത്ത. നോക്കി, ഒരു വാഗ്ദത്തം ദൈവം നമ്മളെ നോക്കി പറഞ്ഞാൽ അതിന് പൂർത്തീകരണം വരണമെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിക്കണം. ആ വാഗ്ദത്തെ നോക്കിയേ, ഇസ്രായേൽ മക്കളെ ദൈവം വിളിച്ചിറക്കുമ്പോൾ, ഞാൻ നിന്നെ കനാന് കാണിക്കുക, നിന്നെ പാലും തേനും ഒഴുകുന്ന ദേശം കാണിക്കാൻ പോവുക എന്ന് പറഞ്ഞ് ഇസ്രായേൽ മക്കളെ ദൈവം അവിടെ നിന്ന് വിളിക്കുമ്പോ മിഡിലിൽ ചെങ്കടലുണ്ടെന്ന് ദൈവം പറഞ്ഞോ? പട്ടിണി കിടക്കേണ്ടി വരുമെന്ന് ദൈവം പറഞ്ഞോ? ഇടയ്ക്കുള്ള ഒരൊറ്റ കാര്യം പോലും ദൈവം പറഞ്ഞിട്ടില്ല. എങ്കിൽ അവന്മാർ അവിടെ നിന്ന് ഇറങ്ങത്തില്ല. എന്നിട്ടും ബുറുകുറുത്ത് ചുറ്റുള്ളി ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉള്ളവന്മാരായതുകൊണ്ട് ദൈവം നമ്മളോടായാലും അതെ, ഒരു വാഗ്ദത്തം പറഞ്ഞാൽ അതിന്റെ മിഡിലിൽ വരുന്ന സർക്കംസ്റ്റാൻസസിനെ കുറിച്ച് ഒന്നും പറയത്തില്ല, അല്ലെ? അതിന്റെ മിഡിലിൽ വരുന്ന ഒരു കാര്യവും പറയത്തില്ല. ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാഗ്ദത്തം വെച്ചിട്ടുണ്ട്, പക്ഷെ അതിന്റെ മിഡിലിൽ എന്നെ പ്രോബ്ലം ഉണ്ട്, എങ്കിൽ എന്നെ ദൈവത്തെ വിട്ടു പോയാനെ നമ്മള്, അല്ലെ? ഇസ്രായേൽ മക്കളെ ദൈവം വിളിച്ചിറക്കുമ്പോ നിങ്ങളെ ഒരു ദേശം കാണിക്കാൻ വേണ്ടി പോവുക. അവര് പെട്ടിയും കുടുക്കുക എടുത്ത് പെട്ടെന്ന് സന്തോഷത്തോടെ ഇറങ്ങി. എന്നിട്ട് ദൈവം പറഞ്ഞില്ല, നിങ്ങൾക്ക് ചെങ്കടലിനെ ഫേസ് ചെയ്യേണ്ടി വരും, ഫറവോനെ ഫേസ് ചെയ്യേണ്ടി വരും, നിങ്ങൾക്ക് ഭക്ഷണം കിട്ടാതെ വരും എന്ന് പറഞ്ഞ ഒരു പ്രതികൂലത്തിന്റെ ദൂതുകളും ദൈവം അവരോട് പറഞ്ഞില്ല. ഹല്ലേലൂയ. അതിനർത്ഥം ഒരു വാഗ്ദത്തം നമുക്കുണ്ടെങ്കിൽ ആ വാഗ്ദത്തത്തിൽ എത്തിപ്പെടാൻ ഇടയ്ക്ക് ചില കടമ്പകൾ കടക്കേണ്ടതുണ്ട്. ചില കടമ്പകൾ കടന്നാൽ മാത്രമേ എനിക്ക് വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ മെയിനായിട്ടുള്ള വാഗ്ദത്തത്തിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. മെയിനായിട്ടുള്ള വാഗ്ദത്തത്തിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഈ കടമ്പകൾ കടക്കണമെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് ആത്മാവിലുള്ള പ്രാർത്ഥന വേണമെന്ന്. ആത്മാവിലുള്ള പ്രാർത്ഥനയില്ലാതെ ഒരു കാരണവശാലും നിന്റെ വാഗ്ദത്തത്തിലേക്ക് നിനക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല. പാസ്റ്റർമാര് സഹായിക്കുമെന്ന് നീ വിശ്വസിക്കരുത്. പാസ്റ്റർമാരെ കുറ്റപ്പെടുത്തുന്നത് നിർത്തുക ഇന്ന് മുതൽ. അയ്യോ ആ പാസ്റ്റർ ദൂത് പറഞ്ഞിട്ട് ആ പാസ്റ്ററിന്റെ ശുശ്രൂഷ വലിയ സുഖമില്ല, കാര്യം പുള്ളി പറഞ്ഞ ഒരു ദൂത് നടക്കുന്നില്ല. കാര്യം എന്തേ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല. പാവപ്പെട്ട പാസ്റ്റർമാരുടെ തലയ്ക്ക് എല്ലാവരും. അതുകൊണ്ട് ഇന്ന് ഈ വലിയ നല്ല സത്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടേ എന്റെ ലൈഫിനകത്ത് ദൂതുകൾ നടക്കുന്നില്ല? എന്റെ പ്രാർത്ഥന കുറവുണ്ടാ. പാസ്റ്റർമാരും മജീഷ്യന്മാരല്ല. ഹലോ, പാസ്റ്റർമാരും വാഗ്ദത്തത്തെ മേടിച്ചു തരുന്നവരല്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിന്റെ ലൈഫിന്റെ അകത്ത് ആത്മാവിലെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ വാഗ്ദത്തം എല്ലാം പടാ നടക്കും. അപ്പൊ പ്രാർത്ഥനയില്ല. ഡെന്നീസം പ്രസംഗിയാര് ഇങ്ങ് മേടിച്ചു തരുമെന്ന് പറഞ്ഞ് നിങ്ങൾ ഇരുന്ന പ്രസംഗിയാരെ വഴിക്ക് പോവും. നിങ്ങളുടെ വാഗ്ദത്തം നടക്കത്തൂല്ല. ഇന്ന് പകൽ ഞാൻ പറയാം, പ്രവാചകന്മാരെ നിങ്ങൾ വിളിക്കുന്നത് കൊണ്ട് തെറ്റില്ല, പ്രാർത്ഥിക്കാൻ വിളിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് തെറ്റില്ല, ഒരു പ്രശ്നവുമില്ല. പക്ഷേ അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ ഒത്തിരി ശബ്ദം ഉണ്ടാക്കി എനിക്ക് പറയാൻ പറ്റും കേട്ടോ. ഞാൻ വളരെ ലളിതമായിട്ട് പോകുന്നത് നിങ്ങൾ ഒത്തിരി ശ്രദ്ധിച്ചിരിക്കുന്നത് കൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഒത്തിരി ശബ്ദം ഉണ്ടാക്കിയും ദൈവം പറയും, ഒത്തിരി കാമാട്ടും പറയും. ദൈവം കുറച്ച് കാര്യങ്ങൾ പ്രബോധിപ്പിക്കും നമ്മളെ. ഞാൻ എന്റെ ദൂതിലോട്ട് കടന്നിട്ടില്ല. അതിനു മുന്നേ ഈ ചെത്തേണ്ട കുറെ കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ ലൈഫിന്റെ അകത്ത്. ശുദ്ധീകരണം വരേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ശുദ്ധീകരണം ഇല്ലാതെ ദൈവത്തെ ആർക്കും പ്രസാദിപ്പാൻ പറ്റത്തില്ല. ദൈവത്തിന് ഭയങ്കര കണ്ടീഷൻസാണ്. നമ്മൾ വിചാരിക്കും നമ്മുടെ പോക്കറ്റിൽ ദൈവം നീ ഇത് ചെയ്യണം, അത് ചെയ്യണം, ഇങ്ങനെ ചെയ്തോണം, അങ്ങനെ ചെയ്തോണം. നീ പറയുന്നത് പോലെ ദൈവം കേൾക്കും. പക്ഷെ ദൈവം പറയുന്ന പോലെ നീ കേട്ടാൽ, ദൈവത്തിന്റെ കൽപ്പന പ്രകാരം നീ കേട്ടാൽ, യോശുവ പറഞ്ഞ് ദൈവം നിന്നതുപോലെ നീ പറയുന്ന പോലെ ദൈവം നിൽക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ദൈവം പറയുന്നത് പോലെയാണ് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ യോശുവ പറഞ്ഞു,
പറഞ്ഞിട്ടല്ല, അത് സൂര്യനും ചന്ദ്രനും ആനങ്ങരുത്. കർത്താവ് പറഞ്ഞു, ദൈവം പറഞ്ഞു, ഓക്കെടാ മോനെ, നീ പറഞ്ഞതുപോലെ തന്നെ കാര്യം. അതുപോലെ ഞാൻ പറയുന്ന പോലെ ദൈവം കേൾക്കുന്ന ഒരു സീസൺ ഉണ്ട്. ഹലോ, ഇനി അതാ വരാൻ പോകുന്നത്. പക്ഷേ ആമേൻ, എന്റെ അകത്ത് കയ്പും വെച്ച് വിദ്വേഷവും വെച്ച് പാസ്റ്റർമാരെ കുറ്റവും പറഞ്ഞ് ദേവദാസിമാരെ കുറ്റവും പറഞ്ഞ് അവരെ ഇവരെയും കുറ്റവും പറഞ്ഞ് കയ്പും വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നീ പറയുന്ന ഒരൊറ്റ വേർഡ് തമ്പുരാൻ കേൾക്കത്തില്ല. നമുക്ക് പ്രാർത്ഥന ഉണ്ടായിരിക്കും, അന്യഭാഷ ഉണ്ടായിരിക്കും. നമ്മൾ പറയുന്ന അന്യഭാഷ ഇവിടെ പറഞ്ഞാൽ അപ്പുറത്ത് വരെ കേൾക്കുന്ന അന്യഭാഷയായിരിക്കും എന്റെ നാവിനെ. പക്ഷെ നമ്മുടെ നാവ് ശരിയല്ലെങ്കിൽ ദൈവം നമ്മൾ പറയുന്നത് കേൾക്കത്തില്ല. എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാനിതൊന്നും പറയാൻ വന്നതല്ല. പക്ഷെ ഞാനിത് പറയുന്നത് ദൈവം നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു. കാരണം നിങ്ങളുടെ വാഗ്ദത്തത്തിന് സമയമാകുമ്പോൾ ആ വാഗ്ദത്തത്തെ പിശാച് തടയരുത് ഒരു കാരണവശാലും. അയ്യോ, ഈ വ്യക്തിയോട് കയ്പുണ്ടല്ലോ, സോ അവർക്ക് കൊടുക്കാൻ ഒരു പെർമിഷനും ഇല്ല എന്ന് പിശാച് വാദിക്കരുത്. അവൻ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ പറയുന്ന ചെറിയ തെറ്റുകൾ, ചെറിയ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ വലിയ തെറ്റുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാഗ്ദത്തങ്ങൾ വൈകും. 2022 സംഭവിക്കേണ്ടത് 2027 സംഭവിക്കും. 2026 സംഭവിക്കേണ്ടത് 2030 സംഭവിക്കും. എന്തുകൊണ്ട്? നമ്മൾ കാരണം. അതുകൊണ്ട് ഇന്ന് പകൽ എനിക്ക് നിങ്ങളോട് പറയേണ്ടത്, ആരോടെങ്കിലും നിങ്ങൾക്ക് ക്ഷമിക്കാനുണ്ടെങ്കിൽ ഈ മീറ്റിംഗ് കഴിഞ്ഞ് വിളിച്ച് നിങ്ങൾ ക്ഷമ പറയണം. ആരോടെങ്കിലും നിങ്ങൾക്ക് പരാതിയും ഞാൻ ഒരു കാര്യം പറയട്ടെ, യൂണിറ്റി ഇല്ലാതെ അല്ലെങ്കിൽ നമ്മള് അകത്ത് കയ്പ് വെച്ചിട്ട് ഒരിക്കലും ദൈവം നമ്മുടെ വിഷയത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കരുത്. എന്തുകൊണ്ടാണ് നമ്മുടെ വിഷയങ്ങൾ ഡിലേ ആകുന്നത്? ദൈവം ഏറ്റവും അധികം വെറുക്കുന്ന ഒരു കാര്യമാണ് ബിറ്റർനെസ്, കയ്പ്. എന്റെ വിഷയം അതല്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ആരൊക്കെ നോക്കി പറയാണ്, അമ്മയ്ക്ക് മരുമോളെ ഇഷ്ടമല്ല, മരുമകൾക്ക്, ഞാനൊരു മരുമകളാണ് കേട്ടോ, അതുകൊണ്ട് എനിക്ക് പ്രാഗൽഭ്യത്തോട് പറയാൻ പറ്റും. ഒരു മരുമകൾക്ക് അമ്മയോട് ചേരാൻ പറ്റത്തില്ല, വിശ്വാസികൾക്ക് പാസ്റ്റർമാരോട് ചേരാൻ പറ്റത്തില്ല. പാസ്റ്റർമാർ ഇന്ന് സഭയ്ക്കകത്ത് അടിയ, ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയ, പാസ്റ്റർമാരും വിശ്വാസികളും തമ്മിൽ അടിയ. ഈ സീസണൊക്കെ മാറണ്ടേ? ദൈവം അതിനു വേണ്ടി നമ്മളെ ഉപയോഗിക്കാൻ പോവാ. അതുകൊണ്ട് നമ്മുടെ ലൈഫിന്റെ അകത്ത് ഒരു വിധത്തിലുള്ള കളങ്കങ്ങളും ഉണ്ടാകരുത്. ഞാൻ പറയട്ടെ, അന്ത്യകാലത്ത് ദൈവം എഴുന്നേൽപ്പിക്കുന്നത് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയുമാണ്. പുരുഷന്മാരെ ഉപയോഗിക്കും, പക്ഷെ ഏറ്റവും അധികം ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യം, സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയാണ് ദൈവം ഏറ്റവും അധികം ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടെന്നറിയോ സ്ത്രീകളെ ഉപയോഗിക്കുന്നത്? ഏദനിൽ പൊസിഷൻ നഷ്ടപ്പെട്ടു പോയത് സ്ത്രീ കാരണം. ഏദനിൽ നഷ്ടം വന്നത് സ്ത്രീ കാരണമാണ്. അപ്പോ അന്ത്യനാളിൽ ദൈവത്തിന്റെ നീതിയാണ്, ആരിൽ കൂടെയാണോ പദവി നഷ്ടപ്പെട്ടത് ആ വിഭാഗത്തിൽ കൂടെ ഒരു ഉണർവ് വെളിപ്പെടുത്തണം. ആ ഉണർവിനകത്ത് ഞാനും നിങ്ങളും ഉണ്ടാവണമെങ്കിൽ നമ്മുടെ അകത്തുള്ള കയ്പ്, വൈരാഗ്യം, വിദ്വേഷം, ഇതെല്ലാം മാറ്റേണ്ട ആവശ്യകത ഉണ്ട്. സിസ്റ്റർ, എനിക്ക് വലിയ കയ്പൊന്നുമില്ല, പക്ഷെ എനിക്ക് ആ വ്യക്തി എന്നോട് ചെയ്തത് ഓർക്കുമ്പോൾ ഒരു വല്ലാത്തൊരു വിഷമമാണ്. അതിന്റെ പേരെ ബിറ്റർനെസ്. എനിക്ക് കയ്പൊന്നുമില്ല, ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞു. ഞാൻ ദൈവനാമത്തിലൂടെ ക്ഷമിച്ചു. കാര്യം ക്ഷമിക്കാതിരിക്കാൻ പറ്റുമോ? കാര്യം ദൈവം പറയും ക്ഷമിക്കാനല്ലേ. പക്ഷേ അത് ഓർക്കുമ്പോ എന്റെ അകത്തൊരു പെയിനാണ്. ഈ പെയിൻ ഉൾപ്പെടെ സൗഖ്യമാണ്. എനിക്ക് വ്യക്തികളുടെ വാക്കുകൾ മുറിഞ്ഞിരിക്കുന്ന ഇതിനകത്ത് 125 ഡിവൈസ് ഉണ്ട്. 120 ഡിവൈസ് എടുത്തിരുന്നാലും ഞാൻ ഈ പറയുന്ന കാര്യത്തോട് സെയിം. വെറും 5% മാത്രമേ ഉള്ളൂ അതിൽ ഒന്നിനുമില്ലാത്ത ആൾക്കാർ. കയ്പുമില്ല, വിരോധമല്ല, എന്നാൽ മിണ്ടിയാലും കുഴപ്പമില്ല, മിണ്ടിയിലേയും കുഴപ്പമില്ല, അങ്ങനെ ഒരു 5% ഉള്ളൂ. പക്ഷെ ഈ 120 ഡിവൈസിനകത്തിരിക്കുന്ന വ്യക്തികളെ ആത്മാവിൽ സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളോട് ഒത്തിരി സാമ്യമുണ്ട്. നിങ്ങളുടെ കുഴപ്പമല്ല, മനുഷ്യരാ നമ്മള്, മനസ്സാണ്, മനുഷ്യന്റെ മനസ്സാണ്. പക്ഷേ ദൈവം നമ്മളെ കാണുന്ന സ്പിരിച്വലിയാ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറയാം, ആ വ്യക്തി എന്നോട് പറഞ്ഞ, പാസ്റ്റർ എന്നോട് കാണിച്ചത് ഓർത്തു കഴിഞ്ഞാൽ ലോകത്തിൽ ഒരു മനുഷ്യനും ഞാൻ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കത്തില്ല. പക്ഷെ അത് ഓർക്കുമ്പോൾ എൻ്റെ അകത്ത് വല്ലാത്ത പെയിനാണ്. അങ്ങനെ നിങ്ങൾക്ക് പെയിൻ ഉണ്ടെങ്കിൽ അത് കയ്പിന്റെ ഭാഗമാണ്, അത് ബിറ്റർനെസിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നിന്റെ ലൈഫിന്റെ അകത്ത് ഒരു വാഗ്ദത്തങ്ങളും നടക്കത്തില്ല. ഇതിന്റെ അകത്ത് എനിക്കറിയാം ഏറ്റവും അധികം പ്രാർത്ഥനാ പോരാളികളായിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലുള്ളവർ തന്നെ നിങ്ങളോട് ചോദിക്കും, എടി നീ ഇത്രത്തോളം പ്രാർത്ഥിച്ചിട്ട് നിന്റെ വിഷയത്തിന് എന്തേ മറുപടി കിട്ടുന്നില്ല? ഞാൻ ചൂണ്ടി പറയുന്നില്ലെന്നേ ഉള്ളൂ. എനിക്ക് ചൂണ്ടി പറയാൻ പറ്റും. ഈ ഡിവൈസിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികളെ നോക്കി എനിക്ക് പറയാൻ കഴിയും. പക്ഷെ ഞാൻ പൊതുവായിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ഭർത്താക്കന്മാർ, നിങ്ങളുടെ മക്കൾ, നിങ്ങൾ ഇങ്ങനെ നിലവിടിച്ചും നിങ്ങൾ കൈ ഉയർത്തിയും നിങ്ങൾ ശബ്ദമുണ്ടാക്കിയും നിങ്ങൾ അന്യഭാഷ പറഞ്ഞും ഒക്കെ പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ വിഷയത്തിൽ എന്തുകൊണ്ടേ ഒരു മറുപടി കിട്ടുന്നില്ല? ഹലോ, ഞാൻ ഈ പറയുന്ന ദൂതാണോ? കുറച്ചു പേരൊക്കെ ചിരിക്കുന്നുണ്ട്, കുറച്ചു പേരൊക്കെ കൈ ഉയർത്തുന്നുണ്ട്. എല്ലാരും കർത്താവ് സത്യമായിട്ട് മീൻസ് സംഭവിക്കുന്ന മാത്രമേ പറയത്തുള്ളൂ.
നമ്മള് ഈ ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ, പ്രാർത്ഥനയ്ക്ക് ഓരോ രീതിയാണ്. ചിലർ ശബ്ദം ഉണ്ടാക്കാത്ത സൈലന്റ് ആയിട്ട് പ്രാർത്ഥിക്കും, ചിലർ ശബ്ദം ഉണ്ടാക്കി പ്രാർത്ഥിക്കും. എനിക്ക് ശബ്ദം ഉണ്ടാക്കി പ്രാർത്ഥിക്കാനാണ് ഇഷ്ടം. എനിക്ക് ശബ്ദം ഉണ്ടാക്കി എനിക്ക് കാലൊക്കെ ഇട്ട് അടിച്ച് കൈ അടിച്ച് ആ വിഷയത്തിന്റെ അകത്ത് മറുപടി വരുന്നത് ഞാൻ ശബ്ദം ഉണ്ടാക്കി പ്രാർത്ഥിക്കും. എനിക്ക് ഇഷ്ടമാണ് ശബ്ദം ഉണ്ടാക്കി പ്രാർത്ഥിക്കാൻ. പക്ഷെ ശബ്ദം ഉണ്ടാക്കി പ്രാർത്ഥിച്ചിട്ടും എന്തേ ലൈഫിനകത്ത് ഒരു വിടുതൽ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിനകത്ത് തന്നെ പലരും പിന്മാറ്റത്തില്ല. വിടുതലില്ലല്ലോ. വിടുതലില്ലാതെ എങ്ങനെയാ ഈ കർത്താവിലോട്ട് അറിയാ? ഇന്ന് പകൽ ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കണം. നിങ്ങളുടെ ലൈഫിനകത്ത് ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി, ഇന്ന് പകൽ നമ്മുടെ ലൈഫിനകത്ത് എവിടെയെങ്കിലും നമുക്ക് ക്രമീകരണം വരാനുണ്ടെങ്കിൽ നിങ്ങൾ അത് ക്രമീകരിച്ചോണം. ഓ റബ ശംതല റബ കഥന യാതന. നീന സിസ്റ്ററെ, കർത്താവിന്റെ ആത്മാവിനോട് പറയുന്നു, നിങ്ങളുടെ മേലെ അസാധാരണ ഒരു പ്രൊഫറ്റിക്കൽ മാൻഡിൽ ദൈവം ഇട്ടിട്ടുണ്ട്. അതിനെ ഉപയോഗിക്കുക. അതുമായി ബന്ധപ്പെട്ട് ശുശ്രൂഷകരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒത്തിരി പിന്നെ എന്തുവാ പിന്നെ അക്യൂസിഷൻ എന്ന ദൈവാത്മാവ് കാണിക്കുന്നു, കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. നിർത്തരുത്. ഭൂതമുള്ളവർ അങ്ങനെയൊക്കെ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ വർക്ക് ചെയ്യുക. നിങ്ങളോട് ദൈവം സംസാരിക്കാൻ പറയുന്നത് നിങ്ങൾ ഭയങ്കര ബോൾഡായിട്ട് സംസാരിക്കുക. നിങ്ങൾ ദൈവം പറയുന്നത് നിങ്ങൾ ശക്തമായിട്ട് സംസാരിക്കുക. അതിനകത്ത് 3 ദൈവദാസന്മാരെ എന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. 3 ദൈവദാസന്മാരെ എന്നെ കാണിക്കുന്നുണ്ട്. ഇവരുടെ പ്രവചനം ശരിയാണോ? ഇവരുടെ ആത്മാവ് ശരിയാണോ? ഇവരങ്ങനെയാണോ? ഇവരിങ്ങനെയാണോ? ഇതിന് പറയുന്നത് വല്ല അർത്ഥമുണ്ടോ? പാസ്റ്റർമാര് പറയുന്നതിന് ഡബിൾ പ്രവചിക്കണം. എന്റെ അനുഭവം ഞാൻ പറയുന്നത്. എന്നെ ദൈവ ശുശ്രൂഷയിൽ നമുക്കൊരു ബോൾഡ് വേണം. ഈ പറയുന്നവരെ ഓർത്ത് കരഞ്ഞോണ്ടിരിക്കരുത് കേട്ടോ. അയ്യോ, എന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ അങ്ങനെ പറഞ്ഞല്ലോ. ദൈവം നീന സിസ്റ്ററിനെ കുറിച്ച് അതല്ല ആഗ്രഹിക്കുന്നത്. ഇനി കൃപയിൽ വളർന്നു വരണം. ഞാൻ പറയാം, കർത്താവിനോട് പറയുന്നു, ഫോറൻസിക് പ്രോഫറ്റിക്കൽ റലം ദൈവം നിനക്ക് വേണ്ടി തുറക്കും. നിനക്ക് വേണ്ടി ചില യാത്രകളെ ദൈവം ഒരുക്കുന്നുണ്ട്. പാസ്പോർട്ട് ഇല്ലെങ്കിൽ എടുത്തു വെക്കുക. പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പാസ്പോർട്ടിന് വെച്ച് പ്രാർത്ഥിക്കണം. പല സമയങ്ങളിൽ യാത്രകൾ മുടങ്ങിപ്പോയെന്ന് ദൈവാത്മാവിനോട് പറയുന്നു. പല സമയങ്ങളിലും മാനുഷിക വാക്കുകളാൽ. നൈന സിസ്റ്റർ, ഈ പറയുന്നത് വല്ലതും സത്യമുണ്ടോ? ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. ശരിയാ. ഞാൻ നേഴ്സാണ്. ഞാൻ ഒത്തിരി ട്രൈ ചെയ്താണ്. പക്ഷെ ലാസ്റ്റ് മൊമെന്റിൽ എന്റെ എല്ലാം ക്യാൻസൽ ആയിപ്പോ. ഞാൻ എബ്രോഡിൽ ട്രൈ ചെയ്യും. ലാസ്റ്റ് മൊമെന്റ് എല്ലാം എന്റെ യാത്ര ക്യാൻസൽ ആയി. ഇന്ന് പകൽ ആ ശാപത്തെ ദൈവം അഴിക്കുക. ഇന്ന് പകൽ നിന്റെ ആ ശാപത്തെ ദൈവം അഴിക്കുക. റിമീനി ജുഡിബല ധീരികട. ഞാൻ നിന്നെ പൊട്ടിക്കുക. ഞാൻ നിന്നെ ആത്മാവിൽ സ്വതന്ത്രമാക്കുന്നു. ലൂബ്ര, നിന്റെ യാത്രയുടെ മിഡിൽ ഭാഗം എത്തുമ്പോൾ അതിനെ മുളയിലെ നുള്ളി ഒന്നുമല്ലാതാക്കുന്ന ലിബ്ര അദുനി ലിബ്ര സൈറ്റന യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആ ശാപത്തെ ഇപ്പോൾ ബ്രേക്ക്. ഒരു വലിയ ദൈവശക്തി നിന്റെ മേൽ വെളിപ്പെടുകയാണ്. ഒരു വലിയ ദൈവശക്തി. ലിബ്രതന സിയന്തന. 2027 തീരുന്നതിന് മുൻപേ, 2026 അല്ല, 2027 തീരുന്ന മുൻപേ, അടുത്ത വർഷം തീരുന്നതിന് മുൻപേ നിന്റെ ലൈഫിന്റെ അകത്ത് ഒരു മിറക്കിൾ സംഭവിക്കുമെന്ന് ദൈവാത്മ പറയുന്നു. ഹാലലൂയ. പേപ്പർ വർക്കുകൾ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില പേപ്പർ വർക്കുകൾ ദൈവാത്മാവിനെ കാണിക്കുന്നു. പേപ്പർ വർക്കുകളുമായി ബന്ധപ്പെട്ട്, എക്സാമുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചില മൂവിങ്ങുകൾ. എക്സാം പോലെ എഴുതിയിരിക്കുവാണോ? എക്സാം അതെ, എഴുതാനിരിക്കുക. പ്രാർത്ഥിക്കുക. ലബ്രോ ഓസിയാൽ തനയാർദ്ദന. ആ എക്സാമുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചില മഹത്വങ്ങൾ നിന്റെ നിനക്ക് ഇപ്പൊ ഒരു ജോബ് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് ഭയങ്കര അത്യാവശ്യം. പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്കകത്ത് വട്ടം കറക്കുന്നു. നിന്റെ കിച്ചണ ദൈവാത്മാവിനെ കാണിക്കുന്നു കേട്ടോ. കർത്താവിന്റെ ആത്മാവിനോട് പറയുന്നു, വിധവയുടെ ഭവനത്തിന്റെ അകത്ത് മുടങ്ങാതെ എണ്ണ ക്ഷാമം തീരുന്നത് വരെ എണ്ണ ഒഴുകിയതുപോലെ നിന്റെ കിച്ചണകത്ത് പ്രൊവിഷൻ കുറയാതെ ഇന്ന് മുതൽ അതിന്റെ അകത്തൊരു നിറവ് വെളിപ്പെടും. നിന്റെ യാത്രക്കകത്ത് കർത്താവിന്റെ ആത്മാവ് സിസ്റ്റർ എന്നെ ഓസ്ട്രേലിയയുടെ ഫ്ലാഗ് കാണിക്കും കേട്ടോ. ഓസ്ട്രേലിയയുടെ ഫ്ലാഗ്. ഓസ്ട്രേലിയയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓസ്ട്രേലിയയിൽ പോകാനോ നേരത്തെ നിശ്ചയിക്കുകയോ ആഗ്രഹമോ എന്തെങ്കിലും? നേരത്തെ ഞാൻ ട്രൈ ചെയ്തു. പിന്നെ ഞാൻ അത് ക്യാൻസൽ. അത് 2 വർഷം മുമ്പായിരുന്നു. പിന്നെ അത് ഞാൻ ക്യാൻസൽ ആയി. ട്രൈ ചെയ്ത് ദൈവം നിന്നെ അവിടെ കൊണ്ടുപോകും. ഓസ്ട്രേലിയയുടെ ഫ്ലാഗ് ഇങ്ങനെ പറക്കുക അവിടെ നിന്ന്. കർത്താവിന്റെ ആത്മാവിനെ ഓസ്ട്രേലിയയുടെ ഫ്ലാഗ് പറക്കുക. നീ എലിജിബിൾ അല്ല എന്ന് പറഞ്ഞ ചിലയിടത്ത് ദൈവം നിന്നെ എലിജിബിൾ ആയി കൊണ്ടുവരും. നിന്നെ ദൈവം
ഓ റഷാഖാദാന ലബ്രോദോനിയ. കർത്താവിന്റെ ആത്മാവ് എന്നെ കാണിക്കുന്ന ഒരു ഭയങ്കര ഒരു ഭയങ്കര പകർച്ച ഇന്ന് പകൽ നിന്റെ മേൽ വെളിപ്പെടുകയാണ്. പാരമ്പര്യമായി നിങ്ങളെ പിന്തുടരുന്ന ചില ശാപങ്ങൾ, പാരമ്പര്യമായി പിന്തുടരുന്ന ചില അത് നിന്റെ അപ്പനുമായി ബന്ധപ്പെട്ട് പാരമ്പര്യമായി പിന്തുടരുന്ന ചില ശാപത്തിന്റെ കെട്ടുകളെ ദൈവാത്മാവ് ഇന്ന് പകൽ അഴിച്ച് നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുവാൻ റാസിമന ഗബ്രിയേൽ ദൂതൻ ആമേൻ നിന്റെ ഭവനത്തിന്റെ അകത്ത് ഇപ്പോൾ ലാൻഡ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ദൂതന്മാരെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്രയറിന്റെ അനോയിന്റിങ്, ഒരു പ്രൊഫറ്റിക്കൽ അനോയിന്റിങ്. റോസ കലബ്രകലന. നീ ഭയങ്കര ഡ്രീം ഉള്ളവളാണ്. നീ കാണുന്ന സ്വപ്നങ്ങൾ അതുപോലെ ഫലിക്കും. അത് നല്ലതായാലും ചീത്തയായാലും നിന്റെ ഡ്രീമുകൾ അതുപോലെ ഫലിക്കും. അതിന്റെ അകത്ത് പ്രാപിച്ചോ പ്രാർത്ഥിച്ചോ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന നിന്റെ തലമേൽ ഒരു അധികാരത്തിന്റെ കിരീടം വരികയാണ്. നിന്റെ കുടുംബത്തിനത് സഹോദരങ്ങളുടെ ഇടയിൽ ഡേവിഡിനെ മാനിച്ചതുപോലെ ലോഹോ സൈറ്റല റബ ഷൈറ്റലയാതന യബ്രൂകന. നിന്റെ സഹോദരങ്ങളെ നീ ഇപ്പോൾ ഒറ്റപ്പെട്ടവളാണ്, നീ നിന്ദിക്കപ്പെട്ടവളാണ്, പല മേഖലയ്ക്കകത്ത് നീ പഴി കേൾക്കുന്നവളാണ്, അപവാദത്തിന്റെ വക്കിലാണ്. എന്നാൽ പരിശുദ്ധ ആത്മാവ് ഇന്ന് എന്നോട് പറയുന്നു, നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഒരു വാതിലിന് ദൈവത്തിന്റെ ആത്മാവ് ദൂതന്മാരെ കൊണ്ട് തുറപ്പിക്കുന്നു. ഓ പത്രോസിന്റെ മുൻപിൽ ആമേൻ പട്ടണത്തിന്റെ വാതിൽ സ്വതവേ തുറന്നതുപോലെ ആമേൻ നിനക്ക് വേണ്ടി ഒരു വാതിൽ. റസാതുനി ബേരിയന്തരം. ഒക്ടോബർ മാസവുമായി ബന്ധപ്പെട്ടത് ആരാ? ഒക്ടോബർ മാസവുമായി എന്തെങ്കിലും എന്റെ സിസ്റ്റർ ഒക്ടോബർ പേരെന്തോ സിസ്റ്ററിന്റെ? ബെറ്റി. ഇതിനകത്തുണ്ടോ? ഇല്ല. ബെറ്റി ഈ വിശ്വാസ മാർഗത്തിലാണോ? അതെ. ബിറ്റി ലബ്രൂസി ബനായിലി റഹൂദി ലഹൂസ്കൽ ബ്രൈൻഡ് ലയാഥൂസ്കി. അവരുടെ ജന്മദിനമാണോ ഒക്ടോബർ? ബർത്ത്ഡേ ആണോ? അതെ. ബർത്ത്ഡേയുമായി റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു കാര്യം പുള്ളിക്കാരി പ്രാർത്ഥിക്കുന്നുണ്ട്. അതായത് ഈ കഴിഞ്ഞ ഒക്ടോബർ തുടങ്ങിയുള്ള ചില പ്രാർത്ഥനകൾ ഈ ഒക്ടോബർ ആകുമ്പോൾ, അവരുടെ ബർത്ത്ഡേ ടൈം ആകുമ്പോൾ ചില വിഷയത്തിന്റെ അകത്തൊരു മൂവിങ് വരണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതേക്കുറിച്ച് വല്ലതും അറിയാമോ? അവക്കൊരു കുഞ്ഞിന് വേണ്ടി അവള് പ്രാർത്ഥിക്കുന്നു. വെരി ഗുഡ്. ആമേൻ. ദൈവം അതിന്റെ വഴികളെ തുറക്കുക. ദൈവം അവരുടെ യൂട്രസിനെ തുറക്കുവാണ്. ശാസ്ത്രം പറഞ്ഞു, സയൻസ് പറഞ്ഞു നടക്കത്തില്ല എന്ന് പറഞ്ഞതിനെ നിങ്ങളുടെ കുടുംബത്തിനകത്തൊരു ഭയങ്കര തിരിവ് ദൈവത്തിന്റെ ആത്മ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിന്റെ ഒരു പ്രത്യേകത, ബ്ലെസ്സിങ് എല്ലാം കൈവെള്ളയിൽ വരും. ഏതെങ്കിലും അബോർഷനായി പോവോ, അങ്ങനെ മറ്റേ ചെയ്തിട്ടുണ്ടോ? കൺസീവ് ആയിട്ടുണ്ടോ? അവൾ കൺസീവ് ആയിട്ട് അബോർഷനായി പോയതാ. യെസ്. റാത്തുമന. ആ ശാപത്തെ പൊട്ടിക്കുന്നു യേശുവിൻ നാമത്തിൽ. ഇന്ന് പകൽ എനിക്ക് വചനത്തിലോട്ട് കയറാൻ പറ്റുന്നുണ്ട്. പ്രൊഫറ്റിക്കൽ എല്ലാം ഭയങ്കരമായിട്ട് മൂവ് ആവും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ സിസ്റ്ററുമായി ബന്ധപ്പെട്ട് പാരമ്പര്യമായി കിടക്കുന്ന അബോർഷന്റെ സ്പിരിറ്റുകളെ ദൈവാത്മാവ് ഇന്ന് പകൽ പൊട്ടിക്കും. അടുത്ത വർഷം ഈ ടൈം ആകുമ്പോൾ അവരുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടാവും. പ്രാർത്ഥിക്കുക. വയറ്റിൽ കൈവച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പറയണം. ആമേൻ. വിശ്വാസത്തോടെ കുഞ്ഞിനുള്ള ഉടുപ്പ് മേടിച്ചു വെക്കുക. വിശ്വാസത്തോടെ കുഞ്ഞിന് ഇടേണ്ട പേര് കണ്ടുപിടിച്ചു വെക്കുക. വിശ്വാസത്തിൽ കാര്യം. ഇപ്പൊ മൊത്തം മടുത്തിരിക്കുക. ഇനി ഒന്നും ഉണ്ടാകത്തില്ല. ഇനി എന്റെ വിഷയത്തിന്റെ മേലെ ഇനി ഒരു പരിഹാരം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് അവൻ വളരെ ഡിപ്രഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധ ആത്മാ പറയുന്നു, ആമേൻ, ഒരു നല്ല പ്രവാചകനെ ദൈവം കൊടുക്കും. നല്ലൊരു പ്രവാചകന്. അടകതനകടകസി. ഉദരത്തെ ദൈവം തുറക്കും. പ്രാർത്ഥിച്ചോ. നിന്നെ സിസ്റ്റർ, നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് ചില വഴിത്തിരിവുകളെ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വഴിത്തിരിവുകൾ. ഓസ്ട്രേലിയയുടെ ഫ്ലാഗ് പിന്നെ ദൈവാത്മാവിനെടുത്ത് കാണിക്കുന്നു. നിങ്ങൾക്കൊരു യാത്രയുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്യുക. ഇന്നു മുതൽ നിങ്ങൾ ആ വിഷയം ട്രൈ ചെയ്യുക. ദൈവം അതിന്റെ അകത്ത് ഉടമന റികൽക്കടകക്ഷസി ചില ദൈവ പ്രവൃത്തികൾ വെളിപ്പെടുത്തും.
എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ വേഗത്തിൽ ഞാൻ വചനത്തിലോട്ട് കടന്നു വരികയാണ്. ആമേൻ. കണ്ടോ, ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ ഉൾപ്പുകൾ അറിയുന്നവനാണ്. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കും ജനറേഷൻ എഴുന്നേൽക്കട്ടെ. ഇന്ന് പകൽ ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു പ്രൊഫറ്റിക്കൽ സന്ദേശം നിങ്ങളുമായി കൈമാറി അതിന്റെ ജീവനും ആത്മാവും നിങ്ങളുടെ മേൽ റിലീസ് ചെയ്ത് ഞാൻ പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം നമുക്ക് പരിചിതമാണ്. 5-ാം അധ്യായം 3 മുതലുള്ള ഭാഗം ആമേൻ നമുക്ക് വളരെ പരിചിതമാണ്. ഞാൻ വായിക്കുന്നു. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം ചാപ്റ്റർ 5 വേഴ്സ് 3 ഓൺവേഴ്സ്. ആ പടകുകളിൽ ശിമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്നു പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുക. ഇതിനകത്തുള്ള ആദ്യത്തെ ദൂതിനെ ഞാൻ കൈമാറുന്നു. അവൻ ആ പടകുകളിൽ ശിമോനുള്ളതായ ഒന്നിൽ കയറി. അവിടെ ഒത്തിരി പടകുകളുണ്ട്, ഒത്തിരി പടകുകൾ അവിടെ നിരത്തിയിട്ടിട്ടുണ്ട്. പക്ഷേ യേശു അവൻ സെലക്ട് ചെയ്ത് ശിമോനുള്ള പടകിൽ കയറി. ആമേൻ. ഇതിന്റെ അകത്ത് ദൈവാത്മാവിനോട് പറയുന്നു, ആമേൻ, ഒത്തിരി ആൾക്കാരെ, ഒത്തിരി വ്യക്തികളെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ടും ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടും ആമേൻ ചിലതിനൊക്കെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. പക്ഷെ നിന്നിലേക്ക് ദൈവം ഒന്ന് പ്രവേശിക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. നിന്നിലേക്ക് ദൈവം ഒന്ന് കയറാൻ ആഗ്രഹിക്കുക. അയ്യോ, അവർക്ക് ഇല്ലാത്ത പ്രതികൂലം, അവർക്ക് പ്രതികൂലമില്ലല്ലോ, അവർക്ക് ഇത്രയും പ്രശ്നമില്ലല്ലോ, എന്തുകൊണ്ടാ എന്റെ ലൈഫിന്റെ അകത്ത്? ഞാൻ പറയാൻ പോവുക, നിന്റെ ലൈഫിനകത്ത് എന്തുകൊണ്ട് ഇത്ര പ്രശ്നമെന്ന് പറഞ്ഞാൽ നിന്നെ കൊണ്ട് ദൈവത്തിനൊരു പെരുത്ത മീൻകൂട്ടത്തെ ആമേൻ വാരിക്കണം. ആമേൻ. ഹല്ലേലൂയ. പല സമയത്ത് നമ്മൾ ചോദിക്കുന്ന കാര്യം, കർത്താവ്, ഇന്ന വ്യക്തി ഇത്രയും പാപം ചെയ്തിട്ട് ഇത്രയും ദൈവഹിതമില്ല നടന്നിട്ട് അവർക്കൊരു കുഴപ്പമില്ല, പക്ഷെ എന്നും പ്രാർത്ഥിക്കുന്ന എനിക്കാണല്ലോ പ്രശ്നം. ഹല്ലേലൂയ. പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഒത്തിരി പടകുകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ശിമോനുള്ളതായ ഒന്നിൽ യേശു കയറി. അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ ഒത്തിരി പേരെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ട്, ദൈവനാമത്തിന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ സെലക്റ്റീവായി ഇന്ന് പകൽ നിന്റെ അകത്ത് ദൈവം കയറാൻ ആഗ്രഹിക്കുക. എത്ര പേർ എന്റെ കൂടെ ഉണ്ട്? നിന്റെ അകത്ത് ചൂളയ്ക്കകത്തുകൂടെ പോകുന്ന നിന്റെ ജീവിതത്തിന്റെ അകത്ത്, ചെങ്കടലിന്റെ അനുഭവത്തിൽ കൂടെ പോകുന്ന നിന്റെ ജീവിതത്തിന്റെ അകത്ത്, ഹുഡഗമന ഹന്തന ദാരിദ്ര്യത്തിന്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന നിന്റെ ജീവിതത്തിന്റെ അകത്ത്, അവൻ വിഷയത്തിന്റെ അകത്തിനൊരു മറുപടി ഇല്ല എന്ന് പറയുന്ന നിന്റെ പടകിൽ കയറാൻ യേശു ഇന്ന് പകൽ ആഗ്രഹിക്കുന്നത്. ആമേൻ. അതിന് കാരണമുണ്ട്. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു, നിന്റെ വാഗ്ദത്തത്തിന്റെ സീസൺ തിരിയാൻ പോവാ. നിന്റെ വാഗ്ദത്തത്തിന്റെ സീസൺ തിരിയാൻ പോവാ. പവിത സിസ്റ്റർ പ്രാർത്ഥിച്ചോ, നിന്റെ സീസൺ തിരിയാൻ പോവാ. നിങ്ങളുടെ സീസൺ. പവിത പ്രമോദ് എന്ന് പറയുന്ന ഡിവൈസിനകത്തിരിക്കുന്ന പ്രിയാൻജിയോട് പരിശുദ്ധാത്മ പറയുന്നു, ആമേ, നിന്റെ പടകില് കഴിഞ്ഞ 5 വർഷത്തിന് മുൻപ് നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് നടന്നൊരു ട്രാജഡിയെ ദൈവാത്മാവിനെ കാണിക്കുന്നു. ലോബ്രാച്ചനായ ആ സംഭവത്തിന്റെ അകത്ത് നിങ്ങൾ കുടുംബമായി തകർന്നു പോകേണ്ട സ്ഥാനത്ത് നിങ്ങളുടെ പടകിൽ യേശു കയറി. ഞാൻ ഇന്ന് പറയുന്ന ദൂത് വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. 2026 ഏപ്രിൽ മെയ് ഈ 2 മാസത്തിന്റെ അകത്ത് നിനക്ക് വേണ്ടി ഒരു മൂവിങ് വെളിപ്പെടുമെന്ന് ദൈവാത്മ പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫാസ്റ്റിംഗ് ഇരുന്ന ദൈവാത്മാവിനെ കാണിക്കുന്നു. ആ ഫാസ്റ്റിംഗിന്റെ ടൈമിൽ ഒരു ഏഞ്ചൽ നിന്റെ വിഷയത്തെ കൈകൊണ്ട് ഇങ്ങനെ എടുത്ത ഒരു കാഴ്ച ദൈവാത്മാവിനെ കാണിക്കുന്നു. ഹൃദയം നുറുങ്ങുന്ന വേദന, നിന്റെ വേദന മുഴുവൻ നീ പറഞ്ഞു നിൽക്കുന്നത് നിന്റെ കിച്ചണകത്താണ്. നീ കിച്ചണകത്ത് കയറുമ്പോൾ നീ ദൈവത്തോട് ഭയങ്കരമായിട്ട് അലമുറയിട്ട് സംസാരിച്ച് കരയും. ഇന്ന് പകൽ തലമുറയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വിടുതലിനെ ദൈവാത്മാവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തെ അറിഞ്ഞിട്ട് എന്ത് നേടി? ദൈവത്തിന്റെ പുറകെ പോയിട്ട് എന്ത് നേടി? എന്തെങ്കിലും ഉണ്ടോ? പല ഭവനങ്ങൾക്കകത്തു നിന്നും കണ്ണുനീരോടെ ഒന്നും പറയാതെ നീ ഇറങ്ങി വരുന്ന ഒരു പിക്ചർ ദൈവാത്മാവിനെ കാണിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അവരോട് ചിലത് പറയുവാൻ, അവരോട് ചില സെലിബ്രേഷനുകളെ പറയുവാൻ, നിന്റെ ലൈഫിന്റെ അകത്ത് ചില വഴിത്തിരിവുകളെ
റാക്കിന സൈറ്റൽ റെമോസ് ലിബ്രോസ് യാന്തോനിയ ലെബ്രോ. എനിക്ക് എന്നെ ദൈവാത്മാവ് ചില ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കാണിക്കുക. അതിന്റെ അകത്തൊരു മൂവിങ് വെളിപ്പെടും. എല്ലാ തകർച്ചകളെയും ദൈവാത്മാവ് നീക്കും. എല്ലാ തകർച്ചകളെയും ദൈവാത്മാവ് പരിഹരിക്കും. വിശ്വസിച്ച് കൂടെ നിർത്തിയവർ അവൻ വിശ്വസ്തത കാണിക്കാതെ പോയപ്പോൾ ദൈവം വിശ്വസ്തരായ ചിലരെ നിങ്ങൾക്ക് തരുമെന്ന് ദൈവാത്മാവ് ആലോചന പറയുകയാണ്. അവൻ വിശ്വസിച്ച് കൂടെ നിർത്തിയവരെല്ലാം, കൂടെ നിൽക്കുമെന്ന് കരുതിയവരെല്ലാം, അവൻ ഹല്ലേലൂയ നിങ്ങളെ കരുതുമെന്ന് കരുതിയവരെല്ലാം അവൻ പ്രതീക്ഷിക്കാതെ നിങ്ങളെ വിട്ടുപോയി. എന്നാൽ ചില വിശ്വസ്തന്മാരെ ദൈവം നിങ്ങൾക്ക് തരും. ചില വിശ്വസിക്കാൻ കൊള്ളാവുന്ന ചില കണക്ഷനുകളെ ദൈവാത്മാവ് നിങ്ങൾക്ക് തരും. പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റേതായിട്ടുള്ള പടകിൽ ദൈവാത്മാവ് കയറാൻ പോകാം. എന്റെ അവസാന താഴോട്ട് വായിക്കുന്നു. സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കുക. ശിമോന്റെ ലൈഫ് നമുക്കറിയാം, പത്രോസിന്റെ ലൈഫ് അറിയാം. കടലിനെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരു മനുഷ്യൻ. അവൻ എവിടെ വലയിട്ടാൽ പിടിക്കാൻ കഴിയും, എവിടെ വലയിട്ടാൽ മീനുണ്ട്, എവിടെ വലയിട്ടാൽ അവൻ ഹല്ലേലൂയ പെരുത്ത മീൻകൂട്ടം കിട്ടുമെന്ന് കടലിനെ കുറിച്ച് നന്നായി അറിയാവുന്ന ശിമോൻ, അവൻ മൊത്തം അധ്വാനിച്ചിട്ടും കിട്ടിയ റിസൾട്ട് 0, വട്ടപൂജ്യം. ദൂതിലേക്ക് വരിക. നിന്റെ ലൈഫിന്റെ അകത്ത് നീ അധ്വാനിച്ചു, നിന്റെ മിനിസ്ട്രിക്കകത്ത് നീ അധ്വാനിക്കുന്നു, നിന്റെ ലൈഫിനകത്ത് നീ പ്രാർത്ഥനയിൽ അധ്വാനിക്കുന്നു, പല നിലവാരത്തിലും നീ അധ്വാനിക്കുന്നുണ്ട്. പക്ഷേ നിന്റെ ഹല്ലേലൂയ കൈകൾ ഒട്ടസഞ്ചിയാണ്. നീ സീറോയാണ്. മിനിസ്ട്രിക്കകത്ത് നീ അധ്വാനിക്കുന്നുണ്ട്, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ആൾക്കാർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നുണ്ട്, ആൾക്കാർക്ക് വേണ്ടി മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ഫ്രൂട്ടില്ല. മിനിസ്റ്റർ ചെയ്യുന്നവരെല്ലാം എന്നെ കേൾക്കുക. ഞാൻ പറയാം, ആമേൻ. ഇതാ നിങ്ങളുടെ വലയ്ക്കകത്ത് ഇപ്പോഴത്തെ ചർച്ച് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർ എന്നെ വളരെയധികം ശ്രദ്ധിക്കുക. ചർച്ച് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുന്നതിൽ കണക്കില്ല, പണം വാരി എറിയുന്നതിൽ കണക്കില്ല, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തോ ഒന്ന് തടയുന്നു, എന്തോ ഒരു മറ, ഒരു വിധത്തിലും ഒരു ഫ്രൂട്ട് വെളിപ്പെടുന്നില്ല. ഇന്ന് പകൽ കടലിനെ കുറിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ളവനോട് ദൈവം പറയുവാണ്, നീ ആഴത്തിലേക്ക് നീ വലയിറക്കുക. ഇന്ന് നിന്നോടും ദൈവം പറയുന്ന ഒരു കാര്യം, ഇന്നലെ വരെ അധ്വാനിച്ചിട്ട് നിനക്കൊന്നും ലഭിച്ചില്ലേ? ഇന്നലെ വരെ അധ്വാനിച്ചിട്ട് നിന്റെ ലൈഫ് 0 ആയിരുന്നു. നിന്റെ മിനിസ്ട്രിക്കകത്ത് നിനക്കൊരു ഫ്രൂട്ട് കാണാൻ കഴിഞ്ഞില്ലേ? നിന്റെ ലൈഫിനകത്ത് നിനക്കൊരു ഫ്രൂട്ട് കാണാൻ കഴിയില്ലേ? പരിശുദ്ധാത്മ പറയുന്നു, യേശു തമ്പുരാൻ പറയുന്നു, ആഴത്തിലേക്ക് വലയിറക്കുക, ആഴത്തിലേക്ക്. തമ്പുരാന്റെ ശബ്ദമാണ് ഇന്ന് പകൽ നീ കേൾക്കുന്നത്. കടലിനെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ള പത്രോസിനോട് യേശു പറയുകയാണ്, നിന്റെ വല നീ ആഴത്തിലേക്ക് നീക്കുക. ലാബ്രഹോസിയ, മറ്റ് സകല പടകുകൾ ഉണ്ടായിരുന്നിട്ടും നിന്നെ മാത്രം ദൈവം തേടി വന്നതിന് ഒരു കാരണമുണ്ട്. നിന്റെ മേൽ വെളിപ്പെടുന്ന മഹത്വം നീയല്ല, മറ്റുള്ളവനും കൂടെ കാണുന്ന വിധത്തിൽ നിന്റെ അകത്തുനിന്ന് മാത്രം. ഞാൻ പറയാം, ചില പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുന്ന നിന്നിൽ കൂടെയാ ദൈവത്തിന് പെരുത്ത മീൻകൂട്ടത്തെ നേടാൻ ഇഷ്ടം. ശന്തന എല്ലാം തികഞ്ഞ ഒരുവനിൽ കൂടെ ഒരു അത്ഭുതം ചെയ്യാൻ ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. കഴിവില്ലാത്ത നിന്നെ കൊണ്ട്, പ്രസക്തി ഇല്ലാത്ത നിന്നെ കൊണ്ട്, ഒരു അഡ്രസ് ഇല്ലാത്ത നിന്നെ കൊണ്ട് ഒരു പെരുത്ത മീൻകൂട്ടം വാരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽ ചൂളയിൽ കൂടെ കടന്നു പോകുന്ന ദാനിയേലെ, ശദ്രക്കെ, മേശക്കെ, അബേനഗോവെ കേൾക്കുക. നിന്നെ കൊണ്ട് ദൈവത്തിന് പെരുത്ത മീൻകൂട്ടം വാരിക്കണം. ഇന്നലെ വരെ ഒരു പക്ഷെ നീ അധ്വാനിച്ചിട്ട് ഒന്നും ലഭിച്ചിട്ടില്ല എന്നുള്ള അവസ്ഥയിലായിരിക്കാം നീ കടന്നു പോകുന്നത്. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ അധ്വാനം 0 ആണെങ്കിൽ ഇതാ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, ആഴത്തിലേക്ക് നീ വല വീശ്. ഇവിടെ പറയുന്നു, മീൻപിടുത്തത്തിന് വല ഇറക്കുവിൻ. അതിന് ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അതിനെ ഏറ്റെടുത്തോണം. രാത്രി മുഴുവൻ, ഈ വർഷം മുഴുവൻ, ഈ ആണ്ട് മുഴുവൻ അധ്വാനിച്ചിട്ടും ഫലം മൊത്തം, റിസൾട്ട് മൊത്തം 0 ആയിരുന്നു. ഒന്നും ലഭിച്ചില്ല കർത്താവേ. എന്റെ മിനിസ്ട്രിക്കായിട്ട് ഒന്നും ലഭിച്ചില്ല. ആൾക്കാർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നതിൽ കണക്കില്ല, പക്ഷേ റിസൾട്ട് 0 ആണ്. ചർച്ചിന് വേണ്ടി അധ്വാനിക്കുന്നതിൽ കണക്കില്ല, പക്ഷെ റിസൾട്ട് 0 ആണ്. എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ ഹസ്ബൻഡിന് വേണ്ടി, എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് കണക്കില്ല, പക്ഷെ 0 ആണ്. എന്നാൽ ഇന്ന് പകൽ തമ്പുരാൻ പറയുന്നു, ആഴത്തിലേക്ക് ഇറക്കുവല. പറയുന്നത് മനുഷ്യനല്ല, ദൈവമാണ്. നിന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ ഹല്ലേലൂയ രക്ഷകഥന കണ്ണുനീരിനും പരിസമാപ്തി വരുന്ന വിധത്തിൽ യേശു കർത്താവ് പറയുന്നു, ആഴത്തിലേക്ക് നോക്ക്, വലവീശ്. ഉടകമനഘടകച്ചസ്യ, നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കാൻ തമ്പുരാൻ നിന്റെ പടകിൽ കയറിയിട്ടുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ പടകിൽ മറ്റ് പല പടകുകൾ ഉണ്ടായിട്ടും നിന്റെ പടകിൽ അവൻ കയറിയതിന്റെ ഉദ്ദേശം എന്തെന്ന് അറിയാമോ?
അറിയാമോ? ആമേൻ, നിന്റെ അകത്ത് നിന്ന് നിന്നെ കൊണ്ട് ദൈവത്തിന് ഹല്ലേലൂയ പെരുത്ത മീൻകൂട്ടത്തെ നിറയ്ക്കണം. ഹല്ലേലൂയ. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടില്ല എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. വലയിറക്ക. ആരോ നേരത്തെ പ്രാർത്ഥിച്ചപ്പോ ഒരു കാര്യം മെൻഷൻ ചെയ്തു, ഒരു വാക്ക് മതി കർത്താവേ, നിന്റെ ഒരു വാക്ക് മതി ആമേൻ എന്റെ ജീവിതം ഒന്ന് മാറാൻ. നിന്റെ ഒരു വാക്ക് മതി എന്റെ ജീവിതം ഒന്ന് മാറാൻ. അതുപോലെ പത്രോസിനോട് ദൈവം പറയുകയാണ്, ആഴത്തിലേക്ക് വല വീശുക, ആഴത്തിലേക്ക് വല വീശുക. ലോഹോ സാറാബാലി ഉഡേരി ലിബോ ഷബ്രാ ലിബാ ലേബ്രാ ധന നിമ്മിയാന്റെ ദൈവാത്മ പറയുന്നു, ആമൻ അധ്വാനിച്ചിട്ടും പല മേഖലയ്ക്കകത്തും ഇന്ന് പകൽ സീറോയുടെ അനുഭവത്തിൽ നീ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ സിസ്റ്റർ, കർത്താവ് നിന്നെ നോക്കി പറയുന്നു, ചില പെരുത്ത മീൻ കൂട്ടം നിങ്ങളുടെ വലയ്ക്കകത്ത് കയറാൻ പോവാ, ചില സ്രാവുകൾ നിങ്ങളുടെ വലയ്ക്കകത്ത് കയറാൻ പോവാ. എന്നെ ദൈവാത്മാവ് കാണിക്കുന്നു. മെലിത്ത അപ്പോസ്തല പ്രവൃത്തി 28 അധ്യായം പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു കേട്ടോ. ഒരു 5 മിനിറ്റ് കൂടെ ഞാൻ എടുക്കുവാണ് ആന്റി, ഒരു 5 മിനിറ്റ് കൂടെ. ആമൻ 28 അധ്യായം പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. ആമൻ മെലിത്തയ്ക്കകത്ത് ഹല്ലേലൂയ പൗലോസിന് ആമൻ അവസാന ഭാഗത്തിൽ പ്രതികൂലം കഴിഞ്ഞ് അവസാന ഭാഗത്ത് ചില ഗിഫ്റ്റുകൾ കൊടുത്തയക്കുന്ന കപ്പലിൽ ആമൻ ഗിഫ്റ്റുകളുമായി തിരിച്ചു വരുന്ന പിന്നെ പൗലോസിനെ നമുക്ക് അവിടെ കാണാം. ആ ഒരു ഭാഗം പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഇന്ന് പകൽ ആമേൻ ചില ദേശങ്ങൾ ദൈവം നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ആമേൻ മിനിസ്റ്റർ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ മിനിസ്ട്രിയുടെ ഭയങ്കര ഒരു കോളിംഗ് നിങ്ങളുടെ മേൽ കിടപ്പുണ്ട്. ദൈവം സമയമാകുമ്പോൾ നിങ്ങളെ വിളിച്ചിറക്കും. ചില ദേശങ്ങൾ, പഞ്ചാബ് എന്ന് പറയുന്നത്, പഞ്ചാബ്, നോർത്ത് ഇന്ത്യയിലാണോ? നോർത്ത് ഇന്ത്യയിൽ എങ്ങാണ്ട് വല്ല ബന്ധമുണ്ടോ? നോർത്ത് ഇന്ത്യ മിനിസ്ട്രിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ? നോർത്തിന്റെ പഞ്ചാബ് എന്ന് പറയുന്ന ദേശം ദൈവാത്മാവിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ തലമുറകളിൽ കൂടെ ദൈവം ചില ശുശ്രൂഷപരമായിട്ടുള്ള കാര്യങ്ങൾ ദൈവാത്മാവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ മനസ്സുകൊണ്ട് വലിയ തൃപ്തി ഇല്ലെങ്കിലും ദൈവം അതിലേക്ക് മകനുമായി ബന്ധപ്പെട്ട് ദൈവം പറയുന്നു, ദൈവം അവനെ നിലവാരത്തിൽ മാനിക്കും. ഇന്ന് അവനെ ഓർത്ത് നിങ്ങൾ വിലപിക്കുന്നുണ്ടെങ്കിൽ ദൈവം ഒരു രാജ്യത്തെ അവനിൽ കൂടെ തിരിക്കും. ഒരു രാജ്യത്തെ ചില ഭൂഖണ്ഡങ്ങളിൽ ദൈവം അവനെ കാലുകുത്തിക്കും. അവൻ ഒരു മിറക്കിൾ ബോയ് എന്ന് ദൈവം നിങ്ങൾക്ക് അവനെ തന്നത് ഭയങ്കര മിറക്കിളാണ്. അവനെ നിങ്ങൾക്ക് കിട്ടുമെന്നൊന്നും നിങ്ങൾ പ്രതീക്ഷിച്ചതല്ല. നിങ്ങൾ അവനെ പ്രാർത്ഥിച്ച് മേടിച്ചെന്ന് ദൈവാത്മാവോട് പറയുന്നു. നിങ്ങൾ അവനെ പ്രാർത്ഥിച്ച് ഒരു ആൺകുഞ്ഞിനെ ദൈവം എനിക്ക് തരണമെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ച് മേടിച്ചതാ. ഇന്നുള്ള അവസ്ഥകൾക്കെല്ലാം ദൈവം മാറ്റം തരും. കർത്താവിനോട് പറയുന്നു, റഷധന, നിങ്ങളുടെ കുടുംബം ഒരു മിഷണറി കുടുംബമാണ്. പ്രത്യേക ആ മകന്റെ മേലൊരു വലിയ നിയോഗം കിടപ്പുണ്ട്, വലിയൊരു നിയോഗം. കർത്താവിനോട് പറയുന്നു, ആമൻ ഒരു ഹീലിംഗ് പ്രീച്ചർ ആയിരിക്കും അവൻ. ഹീലിംഗ്, നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്തൊരു ഹീലിംഗ്. മാരകമായിട്ടുള്ള രോഗങ്ങൾ അവന്റെ കൈവെപ്പിനാൽ സൗഖ്യം നടക്കും. അവൻ തൊടുന്ന ഏത് രോഗമുള്ളവരായിരുന്നാലും സൗഖ്യമാകും. കർത്താവിനെ കാണിക്കും. ചില ഇംഗ്ലീഷ് ചർച്ചുകളിൽ ദൈവം അവനെ കൊണ്ടുപോകും. പാടുന്ന വ്യക്തിയാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഒരു വർഷിപ്പിന്റെ ഒരു ഗിറ്റാറൊക്കെ തൂക്കി പാടുന്ന ഒരു കാഴ്ച ദൈവാത്മാവ് കാണിക്കുന്നു. ഇപ്പോ സാരി നോക്കിയാൽ ഇതൊക്കെ നടക്കുമോ എന്ന് നമുക്ക് തോന്നും, പക്ഷെ ദൈവം തിരിക്കും. നിങ്ങൾ ഭാരപ്പെടേണ്ട, ദൈവം തിരിക്കും. ഒരു പിടി ദൈവം അങ്ങ് പിടിക്കും. അതോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവൻ മടങ്ങി വരേണ്ടയാകും. ഇത് നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമാണ്. നിങ്ങൾ വിചാരിത്താവേ, എന്റെ കുഞ്ഞുങ്ങളെയും എന്റെ ഹസ്ബൻഡിനെ ഓർത്ത് ഞാൻ അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ ഇന്ന് വരെ എനിക്കൊരു നന്മ കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ദൈവം അത് ചെയ്യും. അത് നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ചില ദിവസങ്ങൾ നിങ്ങൾ ഇതിനു വേണ്ടി മാറിയിരുന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള പ്രാർത്ഥനകളെ ദൈവാത്മാവനെ കാണിക്കുന്നു. ദൈവം അവനെ തിരിക്കും. ഹോസ്പിറ്റലിന്റെ ആ ഡെലിവറി നടക്കുന്ന റൂമിനകത്ത് പിശാച് അവനെ ശ്വാസം മുട്ടിക്കുന്നത് പോലെ കൊല്ലുവാൻ നോക്കിയ ചില പ്രത്യേക ഏരിയകളെ ദൈവാത്മാവനെ കാണിക്കുന്നു. അവനെ കൊന്നുകളയുവാൻ ഈ ഭൂമിയിൽ അവൻ പിറക്കരുത്, ഈ ഭൂമിയിൽ അവൻ ജനിക്കരുത് എന്ന് പറഞ്ഞ് ശത്രു വാദിച്ച ചില മേഖലകളെ ദൈവത്തിന്റെ ആത്മാവനെ കാണിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മ പറയുന്നു, അവൻ ഒരു ഹീലിംഗ് പ്രീച്ചർ ആക്കും. കർത്താവിനെ കളി ആഫ്രിക്കയുടെ നടുവിൽ ഒരു ഉണർവായി ദൈവം അവനെ മാനിക്കും കേട്ടോ. ഈ കർത്താവിന്റെ വരവ് താമസമാണെങ്കിൽ ഹല്ലേലൂയ, ദൈവം വന്നില്ലെങ്കിൽ ഈ ദൂത് നടക്കും. ആഫ്രിക്കയുടെ മണ്ണിൽ ഒരു ശക്തരായിട്ടുള്ള ഒരു ഹീലിംഗിന്റെ ഹല്ലേലൂയ, റൈനാട് ബോങ്കയൊക്കെ പോലെ ഒരു ഭയങ്കര ഒരു ഹീലിംഗിന്റെ ഒരു തലം ദൈവം അവനിൽ കൂടെ തുറക്കും. ഇത് നിശ്ചയം. ശബാന
അപ്പൻ്റെതായിട്ടുള്ള ചില ക്യാരക്ടറുകൾ അവനുണ്ട്. അവൻ ചില പിടി എന്ന് വെച്ചാൽ ഞാൻ പിടിക്കുന്ന അഭിപ്രായമോ വലുത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ചില മേഖലകളുണ്ട്. പക്ഷെ ദൈവം അതിനെല്ലാം പൊട്ടിക്കും, ദൈവം അതിനെല്ലാം ഉടയ്ക്കും. അവൻ വളരെ പ്രാർത്ഥനയോടായിരിക്കുക. ഇന്ന് മുതൽ നിങ്ങളുടെ ലൈഫിനകത്ത് ഒരു പ്രതീക്ഷയുടെ മുള പൊട്ടിപ്പുറപ്പെടുകയാണ്. പെട്ടെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിച്ചില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കം ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തു, പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. ഇന്ന് പകൽ എനിക്ക് പറയേണ്ടത്, നിങ്ങളുടെ വലകൾ തമ്പുരാന്റെ നിർദ്ദേശപ്രകാരം ആഴത്തിലിറക്കുക. നിങ്ങളുടെ വലയിൽ പെരുത്ത മീൻകൂട്ടം കയറും. നിങ്ങളുടെ വലയിൽ പെരുത്ത മീൻകൂട്ടം കയറും. ഹല്ലേലൂയ. പ്രതികൂലത്തിൽ കൂടെയാണോ നിന്റെ സഞ്ചാരം? ദൈവം നിന്നെ കൊണ്ട്, നിന്റെ അധ്വാനം സീറോയാണോ? നിന്റെ വല കീറണമെങ്കിൽ നിന്റെ അധ്വാനം സീറോ ആകണം. നിന്റെ അധ്വാനം സീറോ ആയെങ്കിൽ നീ ആലോചിക്കണം, നിന്റെ വലയില മീൻകൂട്ടം കയറാൻ പോകുന്നത്. ഹല്ലേലൂയ. ഞാൻ ബ്ലസ് ചെയ്യുന്നു. നിന്റെ പടകിൽ യേശു കയറിയിട്ടുണ്ട്. ഹല്ലേലൂയ. പെരുത്ത മീൻകൂട്ടം തരാൻ യേശു കയറിയിട്ട് ഫേബാൻഡി പരിശുദ്ധാത്മാവോട് പറയുന്നു. ഹല്ലേലൂയ. പബ്ലിക് മീറ്റിങ്ങുകൾ, പബ്ലിക് റിവൈവലുകൾ ഇതിന്റെ ഭാഗമായിട്ട് കർത്താവിന്റെ ആത്മാവ് ചെയ്യും. ഹല്ലേലൂയ. വലിയ ക്രൂസേഡുകൾ, വലിയ ഡെലിവറൻസ് മിനിസ്ട്രികൾ തങ്ങിക്കിടന്നുകൊണ്ട്, കേട്ടോ ഫേബാൻഡി കേൾക്കുന്നുണ്ടോ? തങ്ങിക്കിടന്നുകൊണ്ട്, ജനം തങ്ങിക്കിടന്ന് താമസിച്ച് വിടുതൽ പ്രാപിക്കുന്ന ഒരു മെഗാ ഒരു ഡെലിവറൻസ് ക്ലിനിക്ക് പോലെ ചില സംരംഭങ്ങൾ ദൈവം ഈ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് താമസമെന്നെ ദൈവം ചെയ്യും. അതിന്റെ കാര്യങ്ങളെ ദൈവം തങ്ങിക്കിടന്നെന്ന് പറയുമ്പോൾ ബറാക്ക പോലെ ഈ ഹോളി സ്പിരിറ്റിന്റെ ക്യാമ്പുകൾ പോലെ തമ്പടിച്ച് വർത്തയിൽ ഏറ്റവും കൂടുതൽ അതിനകത്ത് വരുന്നത് ഇത് സംഭവിക്കും. അതിന് തക്കതായിട്ടുള്ള പ്ലേസ്, അതിന് തക്കതായിട്ടുള്ള സാഹചര്യങ്ങൾ, സാമ്പത്തിക മേഖലകൾ എല്ലാം ദൈവത്തിന്റെ ആത്മാവ് തുറക്കും. ഒരു കൂട്ടം യൂത്തിനെ വാർത്തെടുക്കാൻ ഫേബാൻഡി കർത്താവ് നിങ്ങളെ ശക്തമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അതിന്റെ അടുത്തൊരു ഡയമെൻഷൻ ദൈവാത്മാവ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ചില ഡ്രഗ്സിനും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കിടക്കുന്ന ചില യൗവന മക്കളെ കർത്താവിലേക്ക് കൊണ്ടുവന്ന് അവരെ തികഞ്ഞ ശുശ്രൂഷകരാക്കി പുറത്തെടുക്കുവാൻ ദൈവം നിങ്ങളുടെ മേൽ വലിയ അധികാരങ്ങളെ തന്നിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വലിയ ക്രൂസേഡുകളും മെഗാ മീറ്റിങ്ങുകളൊക്കെ ക്രമീകരിച്ച് അതിന്റെ അകത്ത് വലിയ ദൈവപ്രവൃത്തികളെ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് ആൻജിയിൽ കൂടെ ദൈവം ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ ദൈവാത്മാവ് ഇറങ്ങി ചില കാര്യങ്ങൾ ദൈവാത്മാവ് ചെയ്യും. പിന്നെ ദൈവാത്മാവോട് പറയുന്നൊരു കാര്യം, ഇന്റർനാഷണലുള്ള ചില പ്രോഫറ്റുമാർ ഈ ഒരു സംരംഭത്തോട് കണക്ട് ആവും. ഇന്റർനാഷണൽ ലെവലിലുള്ള ചില പ്രോഫറ്റുമാർ ഈ സംരംഭത്തോട് കണക്ട് ആവും. ഇത് വലിയൊരു പ്രസ്ഥാനമായി മാറുന്ന വിധത്തിൽ ദൈവം ഇതിനെ വളർത്തും. ഇനിയും ജോയിൻ ചെയ്യാൻ ഒത്തിരി ആൾക്കാരെ ദൈവം ഇതിനകത്ത് തരും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് കേൾപ്പിച്ച വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പെരുത്ത മീൻകൂട്ടം തന്നെ നിങ്ങളുടെ വലകളിൽ നിറയട്ടെ. നിങ്ങൾ ഇപ്പോൾ കഠിനമായ ശോധനയിൽ കൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളുടെ വലയിലാണ് മീൻ കയറാൻ പോകുന്നത്. വിശ്വസിക്കുക, വചനത്തെ ഏറ്റെടുക്കുക. ആമേൻ, ആമേൻ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, അങ്ങയുടെ പുത്രന്റെ നാമത്തിൽ ഈ കർത്താവെ ഡിവൈസിനകത്ത് കയറി 114, നേരത്തെ 122 ഡിവൈസിനകത്ത് കയറിയിരിക്കുന്ന പോയവരെ ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഈ വചനത്തിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന മുഴുവൻ പ്രൊഫറ്റിക്കൽ റലങ്ങളും ഈ ജനത്തിലേക്ക് ഞാനിപ്പോൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പറഞ്ഞ പ്രൊഫറ്റിക്കൽ സന്ദേശങ്ങളെ കർത്താവ് നിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ചില വിഷയങ്ങളുടെ അകത്ത് അവർ ചില ആൻസറുകൾ വെളിപ്പെടുന്ന വിധത്തിൽ അവരത് കാണട്ടെ, അവരത് അനുഭവിക്കട്ടെ. ചില വഴിത്തിരിവുകൾ അവരുടെ ലൈഫിനകത്ത് ഉണ്ടാകട്ടെ, ചില മിറക്കുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്യാൻ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇച്ചിരി ടൈം കൂടി പോയി ക്ഷമിക്കുക. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇന്ന് പറഞ്ഞ വചനത്തിന്റെ അകത്ത് നിങ്ങളുടെ മേൽ മാനിഫെസ്റ്റേഷൻ നടക്കട്ടെ. ഇനി എപ്പോഴെങ്കിലും നിങ്ങളെ കാണാനിടയായാൽ വലിയ സാക്ഷ്യങ്ങൾ ഇതിന്റെ അകത്തുനിന്ന് വെളിപ്പെടട്ടെ. ആമേൻ. ദൈവ സമൃദ്ധിയായിട്ട് ഇരിക്കട്ടെ. പ്രത്യേകം ആമേൻ. ഇത്രയും എനിക്ക് സമയം തന്ന ഫേബാൻഡിയോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. മറ്റെല്ലാ ടീം അംഗങ്ങളോടുള്ള എന്റെ സ്നേഹം അറിയിക്കുകയാണ്. നിങ്ങളെ ആത്മാവ് ഞാൻ സ്നേഹിക്കുന്നു. ഒപ്പം ഓർക്കുമ്പോൾ, എല്ലാ സമയത്തും പ്രാർത്ഥിക്കാൻ പറയുന്നില്ല, എല്ലാ സമയത്തും ആരും പ്രാർത്ഥിക്കുന്നില്ലല്ലോ. ഓർക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തെ വഹിച്ച് പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.